ഹലോ ചങ്ങായിമാരെ, ആലീസ് ഇൻ ബോർഡർലാൻഡ് സീസൺ 3 എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സ്ക്വിഡ് ഗെയിമോ ആലീസ് ഇൻ ബോർഡർലാൻഡോ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ തീർച്ചയായും അരിസിനും ഉസാഗിയുടെയും സൈഡിലായിരിക്കും നമ്മൾ. അധികം സീസണൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും മനസ്സിനുള്ളിൽ ഒരു മിസ്സിംഗ് ഒക്കെ തോന്നിപ്പിച്ച ഒരു ജാപ്പനീസ് സീരീസ് ആയിരുന്നു ഇത്. ഇപ്പോൾ വലിയ ഹൈപ്പോ കൊട്ടിക്കോശിയിലോ ഒന്നുമില്ലാതെയാണ് ബോർഡർലാൻഡ്സിൻ്റെ 3ാം സീസൺ എത്തിയിരിക്കുന്നത്. ഉസാഗിയെ വീണ്ടും കാണുന്ന സന്തോഷം പേഴ്സണലി ഒരുപാടുണ്ടെങ്കിലും ഹൈലി ഇമോഷണൽ ആണ് ഈ ഒരു സീസൺ. 3rd സീസണിൻ്റെ കഥ മൊത്തത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിടാമെന്ന് വെച്ചാൽ നിലവിലെ നെറ്റ്ഫ്ലിക്സ് സമ്മതിക്കില്ല. അതുകൊണ്ട് നമുക്ക് പുതിയ സീസണിൻ്റെ എല്ലാ കിടിലൻ ഗെയിംസും ഒന്ന് നോക്കാം. ഉസാഗിക്ക് വേണ്ടി വീണ്ടും ആഫ്റ്റർ ലൈഫ് ലോകത്തേക്ക് എത്തിയ അരിസിൻ്റെ ആദ്യത്തെ ഗെയിം അതൊരു അഡാർ എക്സ്പീരിയൻസ് തന്നെയാണ്. സേക്രഡ് ഫോർച്യൂൺസ്. ഭാഗ്യപരീക്ഷണവും അതോടൊപ്പം കടങ്കഥയും കണക്കും ജനറൽ നോളജൊക്കെ അടങ്ങിയ ഫസ്റ്റ് ഡു ഓർ ഡൈ ഗെയിം. കാർഡ് നോക്കിയാൽ ജോക്കർ ഓഫ് സ്പേഡ്സ് ടൈപ്പാണ്. മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ഹൈ ഡിഫിക്കൽട്ടി ഗെയിം. ബോർഡർലാൻഡ്സ് ലോകത്തിലെ ഹിക്കാവ ഷ്രൈൻ ഏതൊരു ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കുന്ന കളി. അതിനുള്ളിൽ തന്നെ കുട്ടികളുടെ കുറേ പ്ലേ ഏരിയയും മറ്റുമൊക്കെ. ഈ സേക്രഡ് ഫോർച്യൂൺസ് ഗെയിമിൻ്റെ നിബന്ധനകൾ നോക്കിയാലോ, ഭാഗ്യപരീക്ഷണം നടത്താനുള്ള 10 ശ്രമങ്ങൾ, അതായത് കൂട്ടത്തിൽ ഏതെങ്കിലും 10 പേർക്കാണ് കളിക്കാനുള്ള ചാൻസ്. അവരവരുടെ ഭാഗ്യപരീക്ഷണം നടത്തി നോക്കിയാൽ മതി, കളി കഴിഞ്ഞു. അവിടെ നിൽപ്പുള്ളവരാണെങ്കിൽ ഒരു 20-നടുത്ത് ആൾക്കാരുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഈ കളിയുടെ ഇരകളാണെന്ന് നമുക്ക് കളി തുടങ്ങി കഴിയുമ്പോഴാണ് പിടികിട്ടുന്നത്. ഒരാൾക്ക് ഒരു തവണ മാത്രമേ പരീക്ഷണം നടത്താൻ പറ്റുള്ളൂ. ഒരു കുടുക്ക് കുലുക്കി കിട്ടുന്ന ആ നമ്പർ മുമ്പിലുള്ള ബോക്സുകളിൽ ഏതിലാണോ അത് തുറന്ന് അതിലെ സ്ലിപ്പ് എടുക്കണം. ഓരോന്നിലും എഴുതിയിട്ടുള്ള ചില ഭാഗ്യം. കല്യാണം ഉടനെ നടക്കും, നോക്കിയിങ്ങോട്ട് നടക്കണം, കിഴക്ക് ദിശ നല്ലതല്ല എന്നൊക്കെയുള്ള ചില വാചകങ്ങളുണ്ട്. ഇതിലെല്ലാം അവർക്ക് സർവൈവ് ചെയ്യാനുള്ള ചില ഹിഡൻ ക്ലൂ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്തിയാൽ സേഫാകാം, അവർക്ക് ഈ ഗെയിമിനെ അതിജീവിക്കാം. അതോടൊപ്പം മറ്റൊരു കാര്യം, സ്ലിപ്പിൽ തന്നെ ചില ചോദ്യങ്ങളും ഉണ്ടാവും. അതിന് ശരിയായ ഉത്തരം പറയുക. എല്ലാത്തിൻ്റെ ഉത്തരങ്ങൾ നമ്പേഴ്സ് ആയിരിക്കും, എണ്ണം. പറയുന്ന നമ്പർ തെറ്റാണെങ്കിൽ അത് കറക്റ്റ് ഉത്തരത്തിൻ്റെതിൽ നിന്ന് എത്ര വ്യത്യാസമുണ്ടോ അത്രയും അമ്പുകൾ അവർക്കിടയിലേക്ക് പെയ്തു വീഴും. ഉദാഹരണത്തിന്, ഒരു ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം 10 ആണെന്ന് വെച്ചോ. തെറ്റിച്ച് 5 15 പറഞ്ഞാൽ 10-ൽ നിന്ന് ആ നമ്പറിലേക്കുള്ള വ്യത്യാസം, അതായത് 5 അമ്പുകൾ അവിടേക്ക് വന്ന് പതിക്കും. ബോക്സിൽ നിന്ന് സ്ലിപ്പ് കിട്ടിയ ശേഷം ഉത്തരം പറയാൻ കിട്ടുന്നത് 1 മിനിറ്റ് സമയവും. നല്ല ഇൻട്രിഗിങ് ആയിട്ടുള്ള ഗെയിമായിരുന്നു സേക്രഡ് ഫോർച്യൂൺസ്. കാരണം ഒരു ഗ്രൂപ്പ് ഗെയിമാണ്, പരസ്പരം വഞ്ചിക്കാതെ കളിക്കാനുള്ളൊരു ഗെയിം. ഉത്തരം ആർക്ക് വേണമെങ്കിലും ഗെയിമറോട് പറഞ്ഞു കൊടുക്കാം. എന്നാൽ പരസ്പര വിശ്വാസം മസ്റ്റാണ്. കാരണം ഉത്തരം അങ്ങാനം തെറ്റിയാൽ അത് തെറ്റിച്ച ആൾക്ക് മാത്രമല്ല, അവിടെ നിൽക്കുന്ന എല്ലാവർക്കുമാണ് പ്രശ്നം. ഓരോരുത്തർക്കും കിട്ടുന്ന ഫോർച്യൂൺ സ്ലിപ്പുകളും പരസ്പരം ഷെയർ ചെയ്യാവുന്നതാണ്. ഗെയിം തുടങ്ങുന്നത് സ്വാഭാവികമായും ആൾക്കാരെല്ലാം ഇതെന്തോ എൻ്റർടൈൻമെൻറ്റ് ഭാഗമായിട്ടെന്ന പോലെയാണ്. അരിസ് പോലും. കാരണം പഴയ ബോർഡർലാൻഡ്സ് ഓർമ്മകൾ അവനിൽ പൂർണ്ണമായും തിരിച്ചെത്തിയിട്ടില്ല. ഗെയിം സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും അറച്ചു നിൽക്കെ ആദ്യം പോയി ഭാഗ്യപരീക്ഷണം നടത്തുന്നത് ടെറ്റ്സു ആണ്. കക്ഷി നല്ല രസമുള്ളൊരു ക്യാരക്ടറായിരുന്നു കേട്ടോ. ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിലും നല്ല പ്രാക്ടിക്കലായി സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരാൾ. സീസണിലെ എൻ്റെ ഒരു ഫേവറേറ്റ് ക്യാരക്ടറും ടെറ്റ്സു തന്നെ. ഈ ചെങ്ങായി ആദ്യം തന്നെ പോയി ബോക്സ് കുലുക്കി അതിൽ നിന്ന് കിട്ടുന്ന സ്റ്റിക്കിൽ എഴുതിയിട്ടുള്ള നമ്പറുള്ള ബോക്സ് തുറക്കുമ്പോൾ കിട്ടുന്നതോ ഏറ്റവും ഭാഗ്യവാനാണെന്നുള്ള സ്ലിപ്പും. ഓരോ സ്ലിപ്പിലും അവരുടെ ഭാഗ്യത്തിൻ്റെ രീതിയും സ്റ്റാറ്റസും എഴുതിയിട്ടുണ്ട്. ഗുഡ് ലക്ക്, മൈനർ ലക്ക്, ബാഡ് ലക്ക് എന്നിങ്ങനെ. ടെറ്റ്സിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിച്ച സത്യത്തിൽ ഇദ്ദേഹം വന്നൊരു കാർഡ് എടുക്കും, അതിലെന്തെങ്കിലും പ്രശ്നം കാണും. പെട്ടെന്ന് അവിടെ മരിച്ചു വീഴുന്നതോടെ എല്ലാവരും പാനിക്കാകുമെന്നായിരുന്നു. പക്ഷെ ആ ക്ലീശ മാറ്റി തുടക്കം തന്നെ ഗ്രേറ്റ് ലക്ക് ആവുകയും ചെയ്തു. ഗ്രേറ്റ് ലക്ക് സ്ലിപ്പ് ആയതുകൊണ്ട് തന്നെ അതിൽ ചോദ്യങ്ങളോ ഒന്നുമില്ല. അടുത്ത അറ്റംപ്റ്റിൽ എത്തുന്ന പെൺകുട്ടിയിലാണ് ദ റിയൽ ഗെയിം സ്റ്റാർട്ടാവുന്നത്. ഗുഡ് ലക്ക് സ്ലിപ്പാണ്. അതിൽ പറയുന്നതോ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ലവണ്ണം ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക, പടിഞ്ഞാറ് ദിശ മോശമാണെന്നും. ടെറ്റ്സ് എടുത്തതിലും ഇങ്ങനെ കുറച്ച് ഡയലോഗൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചെങ്ങായി ഗ്രേറ്റ് ലക്ക് കണ്ട് അതൊന്നും നോക്കാതെ ചുരുട്ടിക്കൂട്ടി കളഞ്ഞതായിരുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ സ്ലിപ്പിൽ ഒരു കണക്കുണ്ട്. അത് സോൾവ് ചെയ്ത് ഉത്തരം പറയണം. 1 മിനിറ്റ് സമയത്തിനുള്ളിൽ പറയണമെന്ന് വെപ്രാളം വരുന്നതോടെ പലരിൽ നിന്ന് പല ഉത്തരങ്ങൾ പറയുന്നത് കേട്ട് അവൾ എടുത്തടിച്ച പോലെ ഒരു ഉത്തരം അങ്ങ് പറയുന്നു, 18. പക്ഷേ ഉത്തരം 15 ആയിരുന്നു. ഈ സമയത്താണ് അനൗൺസ് ചെയ്യുന്നത് ഉത്തരം തെറ്റിയാൽ കറക്റ്റ് ഉത്തരവും റോങ്ങും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ അത്രയും അമ്പുകൾ അവിടേക്ക് വരുമെന്ന്. അതും കത്തിജ്വലിക്കുന്ന ഫ്ലെയിമിംഗ് ആരോസ്. പറഞ്ഞ ഉത്തരം 18, കറക്റ്റ് ഉത്തരം 15, രണ്ടും തമ്മിലുള്ള വ്യത്യാസം 3. 3 അമ്പുകൾ ഉത്തരം പറഞ്ഞ അവളിലേക്കും വേറെ ഒരാളിലേക്കും തറയ്ക്കുന്നതോടെ സംഗതി എല്ലാവർക്കും പിടികിട്ടി. ഇതൊരു വിഷയമുള്ള ഗെയിമാണ്. നമ്മൾ പ്രതീക്ഷിച്ചത് മുകളിൽ നിന്ന് റെഡ് ബീം വരുന്നതായിരുന്നാൽ ഇവിടെ അമ്പുകളാണ്. ഇത് കണ്ടൊരുത്തൻ തിരിഞ്ഞ് പുറത്തേക്ക് ഓടുന്നതും ഗെയിം ഏരിയ കഴിയുന്നതോടെ അവനെ റെഡ് ബീം അടിച്ചിടുന്നതോടെ പെട്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. അങ്ങനെ ഓരോ ഉത്തരം തെറ്റിക്കുമ്പോഴും അത്രയും ആരോകൾ 55, 50, 448 എന്നിങ്ങനെ തുരുതുരെ പെയ്ത് ഓരോരുത്തരെയും മരിച്ചു വീഴുന്നു. കുറേ പേരൊക്കെ അമ്പുകൊള്ളാതെ ഒളിച്ചുമിരിക്കുന്നു. ഗെയിമിൽ ഒരു നല്ല കാര്യം, ഉത്തരം തെറ്റിച്ചു പറഞ്ഞ ആൾക്കും ഭാഗ്യമുണ്ടെങ്കിൽ അമ്പുകൊള്ളാതെ ഒളിച്ചിരുന്ന് രക്ഷപ്പെടാം. എന്തായാലും കുറേ പേര് അമ്പ് തറച്ച് കയറി വെന്തു മരിക്കുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ കണ്ട് അരിസിന് പഴയ ഓർമ്മകൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അവൻ അതിന് മുന്നേ നിന്നിട്ടുണ്ട്. എവിടെയാണെന്നറിയാമോ? അഗുനിയൊക്കെ ഉണ്ടായിരുന്ന ബീച്ച് ഹോട്ടലിൽ വെച്ച്
കുത്തേറ്റ് മരിച്ചു കിടന്ന പെണ്ണിൻ്റെ യഥാർത്ഥ കില്ലാതെ കണ്ടുപിടിച്ച് എരിക്കാൻ പറഞ്ഞ ഗെയിമിൽ ഉണ്ടായിരുന്ന കുറേ നിരപരാധികളെ തീയിൽ ചുട്ടിടിച്ച ആ ക്രൂരമായ സിറ്റുവേഷനും ഇതുപോലായിരുന്നു. മറ്റുള്ള പോരാട്ടത്തെക്കുറിച്ചും അവൻ ഓർമ്മ വന്ന ഒടുവിൽ ഇവരൊക്കെ ഈ ഗെയിമിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നതെന്ന് അറിയണ്ടേ. 10ാമത്തെയും ലാസ്റ്റത്തെയും ഭാഗ്യപരീക്ഷണം അരിസു എടുക്കുകയാണ്. എക്സ്ട്രീം ബാഡ് ലക്ക്. നിലവിലെ ലോക ജനസംഖ്യ ബില്യൺ കണക്കിൽ പറയാൻ. ഒരൊറ്റ നമ്പർ തെറ്റിയാൽ തന്നെ അതിൻ്റെ ഡിഫറൻസ് ലക്ഷങ്ങളായേക്കാവുന്ന ഗെയിം. നിൽപ്പുള്ള കൂട്ടത്തിൽ ഒരുവൾക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ജനസംഖ്യ 7.88 ബില്യൺ ആയിരുന്നു. ഓരോ കൊല്ലവും 80 മില്യൺ വെച്ച് പോപ്പുലേഷൻ കൂടുമെന്നും കേട്ടറിവുണ്ട്. ശേഷിക്കുന്ന 20 സെക്കൻഡ് കൊണ്ട് അരിച്ചു എങ്ങനെ കണക്കൂട്ടാനാണ്? അവന് നോക്കിച്ചിട്ട് പറയുന്ന ഉത്തരം 7.9 ബില്യൺ. കറക്റ്റ് ഉത്തരത്തിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയതാണ് എന്ന് തെറ്റിപ്പോയി. ശരി ഉത്തരം 0.1 കൂടി ചേർന്നിട്ട് 8 ബില്യനാണ്. എന്നാൽ അവിടെ വന്ന ഡിഫറൻസോ 100 മില്യൺ. അത്രയും അമ്പുകൾ ആകാശത്തുനിന്ന് ഇടുത്തി പോലെ വരുന്നൊരു വരക്കമുണ്ട്. കിടുങ്ങിപ്പോകുന്നൊരു മൊമെൻറ്റ്. ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പിടിച്ചു നിൽക്കുന്ന ഇവിടെയാണ് അരിസിൻ്റെ പഴയ മാസ്റ്റർ മൈൻഡ് നമ്മൾ വീണ്ടും കാണുന്നത്. സ്ലിപ്പിൽ എഴുതിയ ഓരോ വാക്കുകളുടെയും പിന്നിലെ രഹസ്യ തുമ്പുകൾ. തുടക്കത്തിലെ പെൺകുട്ടിയുടെ കാർഡിൽ പടിഞ്ഞാറ് ദിശ നല്ലതല്ലെന്ന് കണ്ടിരുന്നു. അതേപോലെ തന്നെ വെസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ് അവളിലേക്ക് അമ്പ് തറച്ചു കയറിയതും. വന്നപ്പോൾ അവിടെ കണ്ട ഫോർച്യൂൺ ചാർട്ട്, അതിൽ 4 ഡയറക്ഷൻസും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും സ്ലിപ്പിലുള്ള ദിശകളെക്കുറിച്ച് അരിസ് ചോദിക്കുന്നു. കാരണം ഏതൊക്കെ ദിശയാണ് നല്ലതല്ലാത്തതെന്ന് മനസ്സിലാക്കിയാൽ ശരിയായ ദിശ ഏതാണെന്നറിയാം. അതാണ് അതിജീവിക്കാനുള്ള വഴി. കൂട്ടത്തിലെ ഗ്രേറ്റ് ലക്ക് കിട്ടിയ ടെറ്റ്സുവിൻ്റെ സ്ലിപ്പിൽ ആ ലക്കി ഡയറക്ഷൻ ഉണ്ട്. പക്ഷെ പറഞ്ഞില്ലേ, ചങ്ങായി അത് ചുരുട്ടി കൂടി കളഞ്ഞു. ഉള്ളവരുടെ സ്ലിപ്പ് വെച്ച് വടക്ക്, കിഴക്ക്, സൗത്ത്, വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറ്, കിഴക്ക് വടക്ക് എന്നങ്ങനെ 7 ഡയറക്ഷൻസിനെ കുറിച്ച് നല്ലതല്ലെന്ന് നിൽക്കുന്നവരുടെ സ്ലിപ്പിൽ നിന്ന് മനസ്സിലാകുമ്പോൾ വടക്കു പടിഞ്ഞാറ് ദിശ പറഞ്ഞതിൽ ഇല്ലാത്തതാണ്. അവിടെയാണ് രക്ഷാമാർഗമെന്ന് കണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടുന്നു. എന്നാൽ അതുവഴി ക്ഷേത്രത്തിന് പുറത്ത് കടക്കാനും പറ്റില്ല, ലേസറുണ്ട്. അപ്പോൾ അകത്ത് തന്നെയാണ് രക്ഷാമാർഗമെന്ന് മനസ്സിലാക്കി ചുറ്റും നോക്കുമ്പോഴാണ് ഒരു കൊച്ചു കിണർ കാണുന്നത്. അപ്പോൾ അവിടെ അടിയിലായി കുഴിയുണ്ട്. മുന്നേ അരിസ് എവിടേക്ക് കയറി വന്നപ്പോൾ അവൻ ശ്രദ്ധിച്ചിരുന്നു, പടിയെല്ലാം നല്ല വീതിയിലായിരുന്നു കെട്ടിയിട്ടിരുന്നത്. അപ്പോൾ അതിനർത്ഥം ക്ഷേത്രത്തിനടിയിൽ തുരങ്കമുണ്ട്. അങ്ങനെ അവിടെല്ലാം ചവിട്ടി നോക്കി ഉറപ്പില്ലാത്ത വലിയൊരു തറയോട് കണ്ട് അത് മറ്റുള്ളവരായി ചേർന്ന് ഇളക്കുന്നതോടെ ടണലിലേക്കുള്ള വഴി കണ്ടെത്തി അതിലേക്ക് കയറുകയായിരുന്നു. കൃത്യമായി അവിടെ വിജയിച്ചവർക്കുള്ള കോൺഗ്രാജുലേഷൻസും ഉണ്ടായിരുന്നു. അരിസും 7 പേരും അങ്ങനെ ആദ്യ ഗെയിമായ സേക്രഡ് ഫോർച്യൂൺസിൽ വിജയിച്ച് പുറത്തേക്ക് വരുമ്പോൾ അടുത്ത ഗെയിം ഒരൊന്നൊന്നര കൺഫ്യൂസിംഗ് ഫിസിക്കൽ ഗെയിം, സോംബി ഹണ്ട്. സേക്രഡ് ഫോർച്യൂൺസ് എന്ന ഭാഗ്യ പരീക്ഷണത്തിൽ സർവൈവ് ചെയ്ത് അരിസ് ഉൾപ്പെടെയുള്ള 8 അംഗ സംഘം പിന്നീട് എത്തുന്നത് ഒരു വൈറസ് റിസർച്ച് സെന്ററിലേക്കാണ്. ഇത്തരമൊരു ഫെസിലിറ്റി ആകുമ്പോൾ അവിടെ നടക്കാൻ പോകുന്ന ഗെയിമും ചുറ്റുപാടുമായി റിലേറ്റഡ് ആണ് സോംബി ഹണ്ട്. ഈ ഗെയിമിനെ നമുക്ക് ജോക്കർ ഓഫ് ക്ലബ്ബായിട്ട് എടുക്കാം. കാരണം അത്ര വലിയ റിസ്ക്കുള്ള ഗെയിം അല്ല, ഒരു മീഡിയം ഡിഫിക്കൽട്ടി ഗെയിമാണ്. എന്തായാലും പണിപാളിയ ആളുകാലിയാണ്, അതിൽ സംശയം വേണ്ട. ഫിസിക്കലായിട്ടും സ്ട്രാറ്റജിക്കായും കളിക്കേണ്ട ഗെയിം. അരിസിൻ്റെ 8 അംഗ ടീം കൂടാതെ വേറെയും കുറേ പേർ പങ്കെടുക്കുന്ന ഈ ഗെയിം എങ്ങനെയെന്ന് വെച്ചാൽ 16 പേരുള്ള 4 ടീമായി തിരിയണം. എല്ലാ ടീമിലെയും ഓരോരുത്തർക്കും 7 കാർഡുകൾ വീതം നൽകും. ആ റിസർച്ച് സെൻ്ററിലെ പല പല സ്പോട്ടുകളിലായുള്ള ഗെയിം സ്പോട്ടിൽ പോയി 2 പേരിരുന്ന് കളിക്കേണ്ട കളി. കയ്യിലുള്ള 7 കാർഡുകളിൽ 1 മുതൽ 5 വരെ എത്ര കാർഡുകൾ വേണമെങ്കിലും അവിടെ വെച്ച് മറയ്ക്കാം. തിരിച്ചു നോക്കുമ്പോൾ കാർഡിലുള്ള നമ്പറെല്ലാം കൂട്ടി നോക്കി ആർക്കാണോ കൂടുതൽ അവർ ജയിക്കും. ജയിക്കുന്നവർക്ക് തോറ്റ ആളുടെ ഏതെങ്കിലും ഒരു കാർഡ് എടുക്കാവുന്നതാണ്. അങ്ങനെ 20 വട്ടം കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനിടയ്ക്ക് ആരെങ്കിലും കയ്യിലുള്ള കാർഡ് മൊത്തം നഷ്ടപ്പെടുത്തിയാൽ ആളുടെ തലയിലേക്ക് റെഡ് ബീം വന്ന് ശുഭം. പരസ്പരം സഹകരിച്ചു കളിച്ചാൽ എത്ര സിമ്പിളാണ് ഈ ഗെയിം എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് മെയിൻ 3 കാർഡ് എടുത്തിരുന്നത്. സാധാരണ ചീട്ടുകൾ കൂടാതെ പുതിയ 3 കാർഡുകൾ: സോംബി കാർഡ്, ഗൺഷോട്ട് കാർഡ്, വാക്സിൻ കാർഡ്. ഗെയിമിൽ ഈ സ്പെഷ്യൽ കാർഡിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ സോംബി കാർഡ് 16 പേരടങ്ങുന്ന 4 ടീമുകളിലുമുള്ള ഒരാളുടെ കയ്യിലുണ്ടാകും. അത് എടുക്കുന്നവരുടെ ഭാഗ്യം വെച്ചിരിക്കും. ഈ സോംബി കാർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കളിക്കാൻ നേരം ടേബിളിൽ ഈ സോംബി കാർഡ് ഉപയോഗിച്ചാൽ അപ്പുറത്തിരിക്കുന്നവൻ്റെ ടോട്ടൽ എത്ര വലുതായാലും ജയിക്കുന്നത് സോംബി കാർഡ് ഉള്ളവനാണ്. പക്ഷേ അതൊരു നല്ല കാര്യമെന്ന് പറയാൻ വരട്ടെ, സോംബി കാർഡ് വെച്ച് എതിരാളി ജയിച്ചാൽ തോറ്റയാളും ഇൻഫെക്റ്റഡ് ആവും. അതായത് ടേബിളിലെ ക്ലീവാതിൽ വഴി പുതിയൊരു സോംബി കാർഡ് പുറത്തു വരും. അത് തോറ്റാൾ എടുക്കണം. അങ്ങനെ അയാളും സോംബിയാകും. എല്ലാവർക്കും മൊത്തം 20 പ്രാവശ്യം ഇങ്ങനെ കളിച്ച് ഒടുവിൽ സോംബി കാർഡുള്ളവരാണോ ഇല്ലാത്തവരാണോ കൂടുതൽ, അത് നോക്കി അവർ വിജയിച്ച് പ്രഖ്യാപിക്കും. അങ്ങനെ സർവൈവ് ചെയ്യാം. കുറവ് ആൾക്കാരുള്ള സൈഡിലെ എല്ലാവരുടെയും അവസാനവും. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ഇവിടെയാണ് ഷോട്ട് ഗൺ കാർഡിൻ്റെ പൊല്ലാപ്പ്. സകലർക്കും, അതായത് 16 വെച്ച് 4 ടീമായുള്ള 64 പേർക്കും ഓരോ തോക്കിൻ്റെ പടമുള്ള ചീട്ട് വീതം കിട്ടും. മുന്നിലിരിക്കുന്ന ആൾ സോംബി കാർഡ് ഉള്ളവനാണെങ്കിൽ അവൻ ആ കാർഡ് ടേബിളിൽ വെച്ചാലും ഇല്ലെങ്കിലും ഈ ഷോട്ട് ഗൺ കാർഡ് എതിരെയിരിക്കുന്നവൻ വെച്ചാൽ അവൻ്റെ കഥ അവിടെ കാലി. ടേബിളിൽ തന്നെ ഒരു സെൻസറുണ്ട്. അതിൽ നിന്ന് ബുള്ളറ്റ് തലയിൽ തന്നെ തറച്ചു കയറും. ഇതോടെ സോംബിയുടെ എണ്ണവും കുറയും. സോംബി കാർഡ് വെച്ചിട്ടുള്ളവൻ വഴിയാവുകയും ചെയ്യും. ഇപ്പോൾ മനസ്സിലായില്ലേ സോംബി കാർഡ് കയ്യിലുള്ളവൻ്റെ റിസ്ക്? ഷോട്ട് ഗൺ കാർഡ് ഒറ്റ തവണ മാത്രം ഉപയോഗിച്ച് കളയേണ്ട ഒന്നാണ്. പക്ഷേ മരിക്കാതെ തന്നെ ഈ സോംബി കാർഡ് കയ്യിൽ വെച്ച് സോംബിയെ നിൽക്കുന്ന ആളെ ഹ്യൂമൻ സൈഡിലേക്ക് സേഫ് ആക്കാൻ കഴിയും. അതിനാണ് വാക്സിൻ കാർഡ്.
സോംബി കാർഡ് ടേബിളിൽ വയ്ക്കുമ്പോൾ ഈ ഒരു വാക്സിൻ കാർഡും ടേബിളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സോംബി കാർഡ് നിർവീര്യമാകും. അപ്പോൾ സോംബിയിൽ നിന്ന് പ്ലെയർ മുക്തനാവുകയും ചെയ്യും. എന്ന് കരുതി വീണ്ടും സോംബി ആയില്ലെന്നല്ല, വീണ്ടും സോംബി കാർഡുള്ളവൻ്റെ മുന്നിൽ ചെന്ന് പെടാതെ നോക്കണം. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. ഈ വാക്സിൻ കാർഡ് നേരത്തെ കണ്ട ഷോട്ട് ഗൺ കാർഡ് പോലെ എല്ലാവർക്കും കിട്ടില്ല. അത് റാൻഡമായിട്ട് ചില ആൾക്കാർക്കാണ് ലഭിക്കുന്നത്. കിട്ടിയവർ അത് പുറത്ത് പറഞ്ഞാലേ അറിയാനും സാധിക്കുള്ളൂ. എന്തായാലും അരമണിക്കൂർ സമയമുണ്ട്. അതിനുള്ളിൽ ഈ 20 കളിയും കളിച്ചിരിക്കണം. കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ആ റിസർച്ച് സെൻറ്റർ മൊത്തത്തിൽ പൊട്ടിത്തെറിച്ച് സകലരും മരിക്കും. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ സിമ്പിളായി തുടങ്ങി പിന്നീട് സ്ട്രാറ്റജിയായി ഒടുക്കം ഒരു കീടു ട്വിസ്റ്റും വന്നിട്ടുള്ള കൺഫ്യൂസിംഗ് ഗെയിമായിരുന്നു സോംബി ഹണ്ട്. സ്റ്റാർട്ടിംഗ് മുതൽക്ക് അരിസും സംഘവും സ്വാഭാവികമായും കൂട്ടത്തിലെ സോംബിയെ കണ്ടെത്തി പിന്നീട് വാക്സിൻ കാർഡുള്ളവരെ തരപ്പെടുത്തി സോംബി കാർഡ് അസാധുവാക്കാമെന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ അതിലൊരുവനുണ്ട്. ഏതൊരു കൂട്ടത്തിലും സ്വാർത്ഥനായിട്ടുള്ളവർ കാണുമല്ലോ. കസ എന്നൊരുവൻ വേറെ ചിലരുമൊത്ത് ഇടയ്ക്ക് വേണ്ടാത്ത പണിയൊക്കെ കാട്ടുന്നതിന് തുടക്കമിടുകയും ചെയ്യുന്നു. സോംബികളെ ഗൺഷോട്ട് കാർഡ് വെച്ച് കൊല്ലുക. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള ഗെയിമിലൊക്കെ കസ മനസ്സുമാറി കാണിച്ച ത്യാഗമൊക്കെ പറയാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ടീമിനുള്ളിൽ തന്നെ നിന്ന് കളിച്ച് എല്ലാവരെയും സേഫാക്കാമെന്ന് നിൽക്കുകയാണ് മറ്റു ടീമുകളിലെ കുറച്ച് പേർ ഓടിയെത്തി അരിസോനും കൂട്ടറുമൊത്ത് കളിക്കാൻ വരുന്നത്. ഒരു പ്ലെയർ തൻ്റെ എതിരാളിയെ സെലക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അവരെ പോയി ജസ്റ്റ് ഒന്ന് തൊടും. ഓരോ റൗണ്ട് തുടങ്ങുന്നത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് തൊടണം. അങ്ങനെ ഇരിക്കുകയാണ് അരിസോന് മറ്റൊരു പ്ലെയർ വഴി ഈ ഗെയിം ഒരു ടൂർണമെൻറ്റ് പോലെയാണെന്നുള്ള തോന്നൽ വരുന്നത്. സെമി ഫൈനൽ, ഫൈനൽ എന്നങ്ങനെ ഓരോ മത്സരങ്ങളുള്ള ടൂർണമെൻറ്റ്. അവസാനം തുച്ഛമായ ആൾക്കാരെ ജയിച്ച് സർവൈവ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് മിക്കവരും മറ്റുള്ളവരെ എങ്ങനെയും മരണത്തിലേക്ക് തള്ളിവിടാനേ നോക്കുള്ളൂ എന്ന് മനസ്സിലാക്കി കൂട്ടരോട് പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്താണ് ടീമിലുള്ള ഒരു സ്ത്രീ അനൗൺസ് ചെയ്ത ഉടനെ അരിസുവിനെ വന്ന് തൊടുന്നത്. അതും പമ്മി പരിങ്ങിക്കൊണ്ട്. ഗെയിംസ് ബോർഡിലിരിക്കുമ്പോൾ തന്നെ ആ സ്ത്രീ വേറെ ഏതോ ടീമിലെ ഒരുവനെ കളിച്ച് സോംബിയെ മാറിയതായി ആ പരങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നു. ടീമിൽ തന്നെയുള്ള മറ്റൊരാളെയും സോംബിയാക്കിയത് മനസ്സിലാക്കി അരിസു അവരോട് ഈ വിവരം മറ്റു ചിലർ അറിഞ്ഞാൽ കൊല്ലാൻ നോക്കത്തേ ഉള്ളെന്നും തൽക്കാലത്തേക്ക് ഈ കാർഡ് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കാൻ നിൽക്കാനും പറയുന്നു. ഒരു വാക്സിൻ കാർഡ് കണ്ടെത്തി ഹ്യൂമൻ ആക്കാമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇതൊക്കെ കേട്ട് ആ സ്ത്രീ കളിയിൽ സോംബി കാർഡ് പ്രയോഗിക്കുന്നില്ല. അങ്ങനെ തിരികെ എത്തി കൂട്ടരോട് ടീമിലെ 2 പേർ സോംബിയാതായി പറയുന്നത് കേട്ട് ഈ കസ എടുത്തടിച്ച പാടെ അവരെ കൊന്നുകളഞ്ഞേക്കാമെന്ന് പറയുമ്പോഴാണ് പുതിയൊരു അനിമെ അവതാർ പ്രത്യക്ഷപ്പെടുന്നത്, ലേയ്. അവളെ അത്ര അങ്ങോട്ട് വിശ്വാസം വന്നില്ലെങ്കിലും പറയുന്ന ഒരു സ്ട്രാറ്റജി നല്ലതാണെന്ന് കണ്ട് അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നു. ആ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ വാക്സിൻ കാർഡും സോംബി കാർഡും ഒരുമിച്ചുള്ള ഒരാളുണ്ടെന്നിരിക്കട്ടെ. അയാൾ മറ്റൊരു സോംബി പ്ലെയറെ കണ്ട് പരസ്പരം സോംബിയാണെന്ന വിശ്വാസത്തോടെ പറഞ്ഞ് കളിച്ചാൽ ഒരു സോംബിയുടെ കയ്യിലുള്ള വാക്സിൻ മുമ്പിലിരിക്കുന്ന സോംബിയിലേക്ക് പ്രയോഗിച്ച് അയാളെ തിരികെ ഹ്യൂമനാക്കാൻ പറ്റും. കാരണം ഒരു സോംബിക്ക് സ്വയം വാക്സിൻ കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല. തിരികെ മനുഷ്യനായ ആൾക്കിപ്പോൾ അറിയാം മുന്നിലിരിക്കുന്നത് സോംബിയാണെന്ന്. ഹ്യൂമനായി വീണ്ടും തിരികെ എത്തിയ ആൾക്ക് വേണമെങ്കിൽ അടുത്ത ഗെയിമിൽ ഷോട്ട് ഗൺ കാർഡ് ഉപയോഗിച്ച് തന്നെ മാറ്റിയ സോംബിയെ കൊല്ലാം. പക്ഷേ അതിന് പകരം ഒരു പരസ്പര വിശ്വാസം വേണം. മറ്റുള്ള സകലരോടുമായി പറയേണ്ടത് നമ്മുടെ ഈ ടീമിൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് വാക്സിൻ കാർഡുണ്ട്. അതുകൊണ്ട് അടുത്ത ഗെയിം മുതൽ ഹ്യൂമൻ പ്ലേയേഴ്സിനെ സോംബിയാക്കുന്ന ആൾ സോംബി കാർഡുള്ള ആ ആളുകളെക്കുറിച്ച് തങ്ങളോട് വന്ന് പറയുക. അങ്ങനെ പറഞ്ഞാലുള്ള ഗുണം ഈ പുതുതായി സോംബിയായിട്ടുള്ളവരെ അരിസുവിൻ്റെ ടീം വാക്സിൻ കാർഡ് ഉപയോഗിച്ച് തിരികെ എത്തിക്കുമെന്ന് വാക്ക് കൊടുക്കണം. ലെയ് ഇങ്ങനെ പറയുന്നതിന് കാരണം വാക്സിൻ കാർഡ് എത്ര എണ്ണം ഉണ്ടെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഇങ്ങനൊരു അടവിറക്കി ഒരു ഗ്രൂപ്പ് ചേരാമെന്ന്. വേറെയും വാക്സിൻ കാർഡ് ഉള്ളവർ അത് വെളിപ്പെടുത്താൻ പറയണം. എല്ലാവരും അങ്ങനെ പരസ്പര വിശ്വാസത്തോടെ ഒരു ഗ്രൂപ്പായാൽ സോംബികൾ സ്പ്രെഡാവും മുന്നേ ഇലയ്ക്കും മുള്ളിനും കീഴില്ലാതെ എല്ലാവരെയും ഹ്യൂമൻ ആക്കാമെന്ന് പറയുന്നു. എന്നാൽ ഈ ലെയ് സ്വയം പറയുന്നത് അവൾക്ക് സോംബി കാർഡും വാക്സിൻ കാർഡും ഒരുമിച്ചുണ്ടെന്നാണ്. എന്നാൽ അതൊരു കള്ളമാണെന്ന് അവസാനം തെളിയുന്നുമുണ്ട്. കാരണം അവളുടെ കയ്യിൽ വാക്സിൻ കാർഡ് മാത്രമേ ഉള്ളൂ, സോംബിയല്ല. അവളുടെ മനസ്സിലുള്ള ആരോടും പറയാത്ത സ്ട്രാറ്റജി അവസാനം വരെ നോക്കി ഹ്യൂമൻസ് ആണോ സോംബീസ് ആണോ കൂടുതലെന്ന് കണ്ട് അതോടൊപ്പം ചേരാനാണ്. അങ്ങനെ 16 പേരുള്ള ടീമിലെ അരിസൂന് സംഘം 8 പേർ. ഇവർ മറ്റുള്ള 8 പേരോട് പറഞ്ഞ് അത് മറ്റു ടീമുകളിലേക്ക് സ്പ്രെഡായി. അങ്ങനെ ഇതുവരെ സോംബി ആയവരെയും ആക്കപ്പെട്ടവരെയും കണ്ടുപിടിച്ച് ഒരു പ്രത്യേക ഏരിയയിലേക്ക് ആക്കുന്നു. അതാകുമ്പോൾ അവർക്ക് അവിടെ നിന്ന് പരസ്പരം കളിച്ചാലും കുഴപ്പമില്ല, സോംബി കാർഡ് വ്യാപിക്കില്ല. ഇതിലൂടെ വാക്സിൻ കാർഡ് ഉള്ളവരും മനസ്സ് തുറക്കുന്നതോടെ കളി സ്മൂത്തായി വരുമ്പോഴാണ് അരിസുവിൻ്റെ 16 അംഗ ടീമിലെ 2 പേർ അവന്മാർ ഒരു പ്ലാൻ ഇടുന്നത്. സോംബികളായെന്നും പറഞ്ഞിട്ട് കുറേ പേര് വന്ന് അവരെ പ്രത്യേകം മാറ്റുന്നത് കണ്ട് അത്രയും വാക്സിൻ കാർഡൊന്നും കളിയിൽ കാണാൻ പോകണില്ലെന്ന് പരസ്പരം സംശയിച്ച് ഇനി സോംബിയാണെന്ന് പറഞ്ഞ് വരുന്നവരെ സോംബിയാക്കിയ ആ ആളെ കൊന്നുകളയാമെന്ന് പ്ലാൻ ഇടുന്നു. ഇതിന് കസായം കൂട്ടി നിൽക്കുന്നതോടെ അങ്ങനെ അവിടെ ആദ്യത്തെ ഗൺഷോട്ട് കാർഡ് ഉപയോഗം നടത്തി ഒരു സോംബിയെ എലിമിനേറ്റ് ആക്കുന്നു. സ്വന്തം സഹോദരനെ വരെ ഒരു ദാക്ഷിണ്യം കൂടാതെ കൊന്ന കസയുടെ ബാക്ക്ഗ്രൗണ്ട് ഇതിനിടയ്ക്കൊന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതോടെ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവുകയാണ്. തുടക്കം കുറിച്ച് ഇക്കീനോ എന്നവനും കസായും കുറച്ച് ടെററായതുകൊണ്ട് എതിർക്കാനും ഭയം. എതിർക്കുന്ന അരിസുവിനെ മർദ്ദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ഇതുവരെ ഗ്രൂപ്പിൽ ഇല്ലാതെ കണ്ടെത്തുന്ന ഓരോ സോംബികളെയും ഗ്രൂപ്പ് ചേർന്ന് അവിടെ നിൽക്കുന്ന പലരുടെയും ഷോട്ട് ഗൺ കാർഡ് ഉപയോഗിച്ച് നിർബന്ധിപ്പിച്ച് ഈ പരിപാടി തുടങ്ങി. ഇത് ഒടുവിൽ ഗ്രൂപ്പിലേക്കും വ്യാപിക്കുന്നു. യുവന്മാർ തന്നെ നിന്നുകൊണ്ട് തുടക്കത്തിലെ പ്ലാനറ്റ് ലെയ് എന്ന പെണ്ണ് ഒരു സോംബി മാത്രമാണെന്നും വാക്സിൻ കാർഡ് ഉണ്ടെന്ന് പറഞ്ഞത് ഒരു കളവാണ്, അവൾ സോംബികളെ കൂട്ടാൻ നോക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് അവളെ പിടിച്ച് ഇക്കീനോ ഗെയിം പോയിന്റിലിരുത്തി ഷോട്ട് ഗൺ ഉപയോഗിക്കുന്നത്. എന്നാൽ അവൾ സോംബിയല്ല എന്നത് ഇവിടെ അവൻ മനസ്സിലാക്കുമ്പോൾ ഇതിനോടകം അരിസിൻ്റെ കൂട്ടരിൽ ഉൾപ്പെടെ മിക്കവരും സോംബിയായി തീർന്നിരുന്നു. അങ്ങനെ 19ാം അറ്റംപ്റ്റിൽ ലെയ് മരിച്ചെന്ന പ്രാളത്തിൽ അരിസ് ഗെയിം പോയിന്റിലെത്തുമ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ലെയ് സോംബിയല്ലെന്ന് മനസ്സിലാക്കി അവളുമായി കളിക്കാനിരിക്കുമ്പോൾ അവിടെ വെച്ച് അരിസുവിൻ്റെ ഒരു ഒന്നൊന്നര ട്വിസ്റ്റ്. അവൻ ലെയിനെ സോംബിയാക്കുന്നു. അരിസുവിൻ്റെ കയ്യിൽ സോംബി കാർഡ്. കാരണം തുടക്കം മുതലേ സോംബി കാർഡ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആരോടും പറയാതെ വെച്ചിരുന്നതാണ്. തുടക്കത്തിൽ വാക്സിൻ കാർഡ് ഉപയോഗിച്ച് മാറ്റാമെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ സോംബി കാർഡുള്ളവർ അളവിലധികമായെന്ന് ഗ്രൂപ്പ് ചേർന്നോടെ മനസ്സിലാക്കി ലെയിയെയും സോംബിയാക്കി. ഇതിനു മുന്നേ തന്നെ തൻ്റെ കൂട്ടരോടായി ഇക്കാര്യം വെളിപ്പെടുത്തി അവരെയും സോംബികളാക്കി. അവസാന അറ്റംപ്റ്റിൽ കോലാഹലം കണ്ട് ടെൻഷൻ അടിച്ച് വിറച്ചിരിക്കുന്ന ടെറ്റ്സുവിനെയും സോംബിയാക്കുന്നു. ഒടുവിൽ പ്രഖ്യാപിക്കുന്ന കണക്കോ 32 സോംബികളും 13 ഹ്യൂമൻസും. കൊലവരി നടത്തിയ ഇക്കിനോ ഉൾപ്പെടെയുള്ളവർ അവിടെ തീരുമ്പോൾ കസ രക്ഷപ്പെടുന്നുണ്ട്. എങ്ങനെ? അരിസുവിൻ്റെ 8 പേരുടെ കൂട്ടത്തിൽ തന്നെയുള്ള നോബു സോംബിയാണെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് മറ്റു ഹ്യൂമൻസിന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കാൻ കസ ശ്രമിച്ച് ഒടുവിൽ 20ാമത്തെ അറ്റംപ്റ്റ് അനൗൺസ് ചെയ്യുന്നതും നോബു ധൈര്യമായി കസയെ തൊടുന്നു. കാരണം അയാൾ തുടക്കത്തിൽ തന്നെ ഗൺഷോട്ട് കാർഡ് ഉപയോഗിച്ചതല്ലേ. അതുകൊണ്ട് സോംബി കാർഡിനെതിരെ ഇപ്പോൾ ഉപയോഗിക്കാനും ഒന്നുമില്ല. അങ്ങനെ സോംബിയായി മാറി കസ രക്ഷപ്പെടുമ്പോൾ അവിടെ അയാൾക്ക് ഒരു ബോധോദയം കൂടി ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജിയിലൂടെ അരിസു തൻ്റെ കൂട്ടത്തിൽ ലെയ്യുമൊത്ത് വിജയത്തോടെ അവിടെ നിറങ്ങുമ്പോൾ കൂട്ടത്തിൽ മുമ്പുണ്ടായിരുന്ന ഒരുവനെ അവിടെ നഷ്ടപ്പെടുകയും ചെയ്തു. ഇക്കിനോയുടെ കൂടെയുള്ളവർ ഗൺഷോട്ട് കാർഡ് പ്രയോഗിച്ചത് വഴി. അങ്ങനെ സോംബി ഹാൺ കഴിയുമ്പോൾ ഉസാഗിയുടെ മാരക ത്രില്ലിംഗ് ആയിട്ടുള്ള ഗെയിം റൺ അവേ ട്രെയിൻ. സീക്രട്ട് ഫോർച്യൂൺസ്, സോംബി ഹണ്ട്, ആലിസ് ഇൻ ബോർഡർലാൻഡിലെ ആദ്യ 2 ഗെയിമുകളും മൈൻഡ് ഉപയോഗിച്ച് കളിക്കുന്നതായി നമ്മൾ കണ്ടല്ലേ. അടുത്തതായി വരുന്ന സർവൈവൽ ത്രില്ലിംഗ് ഗെയിം, അതും ഉസാഗിയുടെ പഴയ എനർജിയും പവറും ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടെന്ന് കാട്ടിത്തന്ന റൺ അവേ ട്രെയിൻ. സീസൺ 1 2ാം എപ്പിസോഡിൽ ഷിബുക്കി എന്ന ആ സ്ത്രീ അരിസുവിനും കൂട്ടുകാരോടുമായി പറഞ്ഞ ഗെയിമാണിത്. അവരെന്ന് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്ത കളി. ഈ സീസണിലെ ഉസാഗിയുടെ 2ാമത്തെ ഗെയിമാണിത്. ആദ്യത്തെ ഒരു ഗെയിം ജസ്റ്റ് ഒന്ന് ബ്രീഫായി കാണിച്ചു പോകുന്നുണ്ട്, ദ ലേസർ ഗെയിം. അതൊരു ഓട്ട മത്സരം പോലെയാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ ആ ഗെയിം അറീനയുടെ ഫിനിഷിംഗ് പോയിന്റിലെത്തണം. ഈ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് തന്നെ ശക്തമായ ലേസർ ഷോട്ടുകൾ നേരെ അടിച്ചുകൊണ്ടേയിരിക്കും. അതിൽ തട്ടാതെ മറികടന്ന് വേണം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ. കാരണം അതിൽ തട്ടിയാൽ പിന്നെ 2 തുണ്ടമായി ആ ക്ഷണത്തിൽ തന്നെ മരിച്ചു വീഴും. ഉസാഗി ഇപ്പോഴീ ബോർഡർലാൻഡിലേക്ക് എത്തിയത് വീൽ ചെയറിലായി പോയ റൂജി എന്നൊരു ക്യാരക്ടറുമായിട്ടാണല്ലോ. അവരിരുവരും വളരെ സാഹസികമായി മറ്റു ചിലരോടൊപ്പം ആ ഗെയിം വിജയിച്ച ശേഷമാണ് അടുത്ത ഗെയിമിനായി സബ്വേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. റൺ അവേ ട്രെയിൻ ഗെയിമിനെ നമുക്ക് ജോക്കർ ഓഫ് ഹേർട്സ് ആയി കാണാം. കാരണം ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഗെയിമാണ്. വളരെ ചിന്തിച്ചാലോചിച്ച് കളിക്കേണ്ട കളിയിൽ ചതിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. പ്ലെയർ ലിമിറ്റ് ഇല്ല. ഉസാഗി ഉൾപ്പെടെ ഒരു 12-15 ആൾക്കാരാണ് കളിയിലുള്ളത്. ഗെയിം സിമ്പിളായി പറഞ്ഞാൽ തനിയെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനെ ഡെഡ് എൻഡിലേക്ക് എത്തി തകർന്ന് തരിപ്പണമാവുന്നതിന് മുന്നേ നിർത്തിക്കുക. അത്യുത്തമാ, ഇവരീ കയറുന്ന ട്രെയിനിന് ലോക്കോ പൈലറ്റ് ഇല്ല. അത് ഡ്രൈവറില്ലാതെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൂലിയിലെ പോലെ ട്രെയിനിൻ്റെ ഏറ്റവും ലാസ്റ്റ് ബോഗിയിലായി കയറ്റിയിട്ടുള്ളവർ ഫ്രണ്ടിലെത്തണം. ശേഷം പാളം തീരുന്ന ഡെഡ് എൻഡിനടുത്ത് എത്താറാകുമ്പോൾ എമർജൻസി സൈറൻ മുഴങ്ങും. അപ്പോൾ ലിവർ പിടിച്ച് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യിക്കണം. എന്ത് സുഖമുള്ള പരിപാടി ഇല്ലേ? എന്നാൽ ഇതിനിടയിലേക്ക് ഉത്സിതം എന്താണെന്ന് വെച്ചാൽ ഓരോ ബോഗിയിൽ കയറുമ്പോഴും, അതായത് അവരിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും ലാസ്റ്റിലാണ്, അവിടുന്ന് മുന്നിലേക്കുള്ള തൊട്ടടുത്ത ബോഗിലേക്ക് കയറി 30 സെക്കൻഡ് കഴിയുന്നതും അതിൽ ഗ്യാസ് പുറപ്പെടുവിക്കും. അതൊന്നുകിൽ ഓക്സിജൻ ആയിരിക്കും, അല്ലെങ്കിൽ വിഷവാതകവും. ഓക്സിജൻ ഓക്കെയാണ്. പോയിസൺ ഗ്യാസ് ശ്വസിച്ചാൽ എന്താകുമെന്ന് പറയണ്ടല്ലോ. ഒരു ബോഗിയിൽ കയറി കഴിഞ്ഞാൽ തിരിച്ചു പോകാനും പറ്റില്ല. കാരണം അപ്പുറവും ഇപ്പുറവും ലോക്ക്ഡാകും. പിന്നെ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ട്രെയിനിൻ്റെ ബോഗി നമ്പറുകൾ കൊടുത്തിട്ടുള്ളത് റിവേഴ്സിലാണ്. നമ്മൾ സാധാരണ എഞ്ചിൻ സൈഡ് 1 എന്ന് പറഞ്ഞല്ലേ ചിന്തിച്ചു തുടങ്ങുന്നത്. എന്നാൽ ഇവിടെ തിരിച്ചാണ്. കൺട്രോൾ ബോഗി ലാസ്റ്റായി 8ാം നമ്പറായാണ് കാട്ടിയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും നിൽപ്പുള്ള സ്റ്റാർട്ടിംഗ് ബോഗി കൂടാതെയാണ് 8 ബോഗികളുള്ളത്. പോയിസൺ ഗ്യാസ് തുറന്നു വിട്ടാൽ എന്തായാലും എല്ലാവരും മരിക്കുകയുള്ളൂ. അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കാനാണ് പ്ലേയേഴ്സിന് എല്ലാവർക്കും ഒരു ഗ്യാസ് മാസ്കും 5 ന്യൂട്രലൈസിങ് ഏജൻറ്റും നൽകുന്നത്. മാസ്ക് ധരിച്ച ശേഷം ഈ ഏജൻറ്റ് അതിലേക്ക് ഘടിപ്പിച്ചാൽ പോയിസൺ ഗ്യാസിൻ്റെ വീര്യം ഇല്ലാതാകും. ദ റിയൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുമ്പിലുള്ള 8 ബോഗികൾ ഏതിലൊക്കെയാണ് പോയിസൺ ഗ്യാസ് തുറന്നു വിടുക എന്ന് ഊഹിക്കാൻ കഴിയില്ല. ഒരു ബോഗിയിൽ കയറി മാസ്കും ധരിച്ച് ന്യൂട്രലൈസിങ് ഏജൻറ്റും ഘടിപ്പിച്ച് നിൽക്കെ അതിൽ ഓക്സിജനാണ് തുറന്നു വിടുന്നതെങ്കിൽ 5 എണ്ണത്തിലെ ഒരു ടിൻ പാഴായിപ്പോകും. അതുകൊണ്ട് ഇതൊരു തരത്തിൽ ഭാഗ്യപരീക്ഷണം എന്ന് പറയുന്ന ഗെയിമും. പ്ലേയേഴ്സ് എല്ലാം നിബന്ധന കേട്ട് വട്ടം ചുറ്റി നിൽക്കെ ഗെയിം തുടങ്ങുകയാണെന്ന് അനൗൺസ് ചെയ്ത് മുന്നിലുള്ള വാതിൽ തുറക്കുന്നതും അവരെല്ലാം ആദ്യ ബോഗിയിലേക്ക് കയറുന്നു. ഉള്ളിൽ കടന്ന് ബോഗിയിൽ ഏത് ഗ്യാസാണോ വരിക എന്ന് കണ്ടുപിടിക്കാനോ മനസ്സിലാക്കാനോ ഒരു ക്ലൂവും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ മാസ്ക് എല്ലാവരും ധരിച്ച് ആ ന്യൂട്രലൈസിങ് ഏജൻറ്റ് ഘടിപ്പിച്ച് നിൽക്കുന്നു. ഒട്ടും വൈകാതെ അവിടേക്ക് ഗ്യാസ് സ്പ്രെഡായി തുടങ്ങുകയാണ്. എന്നാൽ ഇത് ഓക്സിജൻ ആണോ പോയിസൺ ആണോ എന്നവരെങ്ങനെ മനസ്സിലാക്കും? അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കൊച്ചു ജീവനെ ബലിയാക്കി നിർത്തിയിരിക്കുന്നത്. എല്ലാ ബോഗിയിലും കൂട്ടിലായി ഒരു ലവ് ബേർഡിനെ വെച്ചിട്ടുണ്ടാകും. ഈ ഗ്യാസ് വമിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മനസ്സിലാക്കും ആ കിളി ചത്തിട്ടുണ്ടെങ്കിൽ വിഷവാതകമാണ്, ജീവനോട് തന്നെ ഉണ്ടെങ്കിൽ ഓക്സിജനും. വിധി അറിയാനുള്ള ഒരു മാർഗം. എന്തായാലും ആദ്യ ബോഗിയിൽ തന്നെ ഉസാഗിക്കും സംഘത്തിനും ഫസ്റ്റ് ഏജന്റ് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാവുന്നതായാണ് നമ്മൾ കാണുന്നത്. കാരണം അതിൽ കിളി ജീവനോടുണ്ട്, മീൻസ് ഓക്സിജനാണ് മുകളിൽ നിന്ന് വന്നത്.
ഇതോടുകൂടെ നിൽക്കുന്നവർ നീ പറഞ്ഞിട്ടില്ലേ ഞാനും ചെയ്തത് എന്ന് പരസ്പരം പഴിചാരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് ആ സാഹചര്യത്തെ കൂടുതൽ ടെൻഷനാക്കുന്നു. ഗ്യാസ് പുറത്തുവിട്ട് ഒരു നിശ്ചിത സമയത്തിനു ശേഷം ബോഗിയുടെ വാതിലൊക്കെ താനെ തുറന്ന് ഉള്ളിലെ ഗ്യാസ് മൊത്തം പുറത്തേക്ക് പോകാനായി കുറച്ച് സമയമുണ്ടാവും. കയ്യിൽ ഇനി 4 ടിന്നുകൾ, മുന്നിൽ 4 പോയിസൺ ബോഗികളും. എക്സ്ട്രീം ചലഞ്ചിങ് ആയിട്ടുള്ള ഈ സമയത്താണ് രണ്ടാമത്തെ ബോഗിയിലേക്ക് കയറുന്നത്. അടച്ചടച്ച് അവിടെയും രണ്ടാമത്തെ ഏജന്റ് യൂസ് ചെയ്യുമ്പോൾ അതൊരാശ്വാസമാകുന്നത് കിളി ചത്തുകിടക്കുന്നത് കാണുമ്പോൾ. ആദ്യ പോയിസൺ ഗ്യാസ് ബോഗിയായിരുന്നത്. മൂന്നാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ കയറവേ ഉസാഗി ഇപ്രാവശ്യം മാസ്ക് ഇടുന്നില്ലെന്ന് പറഞ്ഞതിന് കാരണം ഗെയിം ക്രിയേറ്റേഴ്സിനറിയാം കളിക്കാരെല്ലാം പേടിച്ച് നിൽക്കുന്നത് കൊണ്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ ന്യൂട്രലൈസിങ് ഏജന്റ് ഉപയോഗിക്കുമെന്ന്. സോ അതിനുശേഷമായിരിക്കും പോയിസൺ ഗ്യാസ് ഉള്ള ബോഗികൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നൊരു ഊഹത്തിലാണ് ഉസാഗി. റൂജി ഇതൊരു റിസ്ക് ആണെന്ന് പറയുന്നുണ്ട്. എന്തായാലും അവർ ആ ബോഗിയിൽ മാസ്ക് ഇടുന്നില്ല. ഒടുക്കം വരുന്ന ഗ്യാസ് ഓക്സിജനും. അങ്ങനെ ആശ്വസിച്ച് നിൽക്കുമ്പോഴാണ് ഗ്യാസ് പുറത്തേക്ക് പോകാൻ ട്രെയിനിൻ്റെ ഡോർ താനെ തുറക്കുംപടി മറ്റൊരു ട്രെയിൻ ഇവിടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരേ സമയത്ത് തന്നെ ഈ ഗെയിം മറ്റ് പ്ലേയേഴ്സുമായും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ കാണുന്നത് മാസ്ക് ഇടാതെ പോയിസൺ ഗ്യാസിൽ പെട്ടുപോയ ആൾക്കാരുടെ പ്രാണവെപ്രാളവും അവർ മരിച്ചു വീഴുന്നതുമൊക്കെ. അതും ഏറ്റവും ഒടുക്കമായി കൺട്രോൾ സെൻ്ററുള്ള അവസാനത്തെ ബോഗിയിൽ എത്തി നിൽക്കുകയാണ് ഈ ദാരുണ സംഭവം. അവരുടെ പക്കലുണ്ടായിരുന്ന ഏജന്റ് എല്ലാം തൊട്ടു മുമ്പുള്ള ബോഗിയിലേക്ക് തീർന്നിരിക്കണം. അതാണ് അങ്ങനെ സംഭവിച്ചത്. ഇത് കാണുന്നതോടെ പേടി ഇരട്ടിയായി അടുത്ത ബോഗിയിൽ കയറി മാസ്ക് ധരിക്കാനൊരുങ്ങുമ്പോഴാണ് രൂജിയുടെ അവസരോചിതമായ ഇടപെടൽ ഉണ്ടാവുന്നത്. കൂട്ടത്തിലെ ഒരുത്തൻ ട്രെയിനിൻ്റെയൊക്കെ കാര്യത്തിൽ ക്രേസുള്ള ഒരാളാണ്. റൂജി അവനോട് എന്തെങ്കിലും സൂചന കണ്ടുപിടിക്കാൻ പറയുന്നതിനെ തുടർന്ന് അവിടെ വരുന്ന പാൻറ്റോഗ്രാഫ് ചർച്ച എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിൻസ് എല്ലാം ഓടുന്നത് മുകളിലുള്ള ഇലക്ട്രിക് ലൈനുകൾ തട്ടിയാണല്ലോ. ട്രെയിനും ഈ ലൈനും തമ്മിൽ ബന്ധമുണ്ടാക്കുന്ന ആ ഒരു സംഭവമാണ് പാൻറ്റോഗ്രാഫ്. ഈ സംഭവമുള്ള ബോഗികളുടെ മേൽക്കൂരയ്ക്ക് വലിയ സ്പേസ് ഉണ്ടാവില്ല. പോയിസൺ ഗ്യാസ് മുകളിൽ നിന്നാണ് വരുന്നത്. അത് ലോഡ് ചെയ്യണമെങ്കിൽ നല്ല സ്പേസ് ആവശ്യമാണ്. അങ്ങനെ ഈ ട്രെയിൻ അഡിക്റ്റ് കൈ ഇപ്പോൾ നിൽക്കുന്ന ബോഗിയുടെ മേൽക്കൂരയ്ക്ക് നല്ല സ്പേസ് ഉണ്ടെന്നും അതുകൊണ്ട് ഇത് പാൻറ്റോഗ്രാഫ് ഉള്ള ബോഗിയല്ല. അപ്പോൾ പോയിസൺ ഗ്യാസ് നിറയ്ക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരിക്കാം എന്നൊരു ഊഹം കേട്ട് ഉസാഗിയും റൂജിയും ചേർന്ന് കുറച്ച് പേർ മാസ്ക് ഇടുകയും ചെയ്യുന്നു. ചിലർ ഇടുന്നുമില്ല. ഒടുവിൽ ഊഹം ശരിയാണെന്ന പോലെ പോയിസൺ ഗ്യാസ്. മാസ്ക് ധരിക്കാത്തവരെല്ലാം അവിടെ ഷിബുക്കി പറഞ്ഞ പോലെ ചോറുതൂപ്പി നുരയും പതയും വന്ന് മരിച്ചു വീഴുന്നു. അടുത്ത ബോഗിയിൽ കയറുമ്പോൾ ശേഷിക്കുന്നത് അതുൾപ്പെടെ 4 ബോഗികളാണ്. കയ്യിലുള്ളത് 2 ന്യൂട്രലൈസേഴ്സും. മറികടക്കേണ്ടതും 2 പോയിസൺ ഗ്യാസ് ബോഗീസ്. ഒരു തീരുമാനം തെറ്റിയാൽ മതി അത് നാശത്തിലേക്കുള്ള വഴിയാകാൻ. ട്രെയിൻ അഡിക്റ്റിൻ്റെ ഊഹം വെച്ച് ഈ ബോഗിയിൽ പാൻറ്റോഗ്രാഫ് ഉണ്ട്. കാരണം റൂഫ് സ്പേസ് കമ്മിയാണ്. അപ്പോൾ വിഷവാതകം കാണില്ല. എന്നങ്ങനെ അതിൽ മാസ്ക് ഇടാതെ നിന്ന് ഓക്സിജൻ ശ്വസിച്ച് 6ാം നമ്പർ ബോഗിയിലെത്തി വീക്ഷിക്കുമ്പോഴാണ് ട്രെയിൻ അഡിക്റ്റിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇതവൻ ഇത്രയും നേരം വിചാരിച്ചിരുന്ന ട്രെയിൻ മോഡലല്ല. അവൻ അറിയാത്ത ഏതൊരു മോഡലാണ്. അതായത് ഇത്രയും നേരം അവൻ്റെ വാക്കും കേട്ടെത്തിയത് മഹാഭാഗ്യം. അങ്ങനെ എല്ലാവരും പരിനിൽക്കെ ഇവിടെ ഉസാഗി ധൈര്യം സംഭരിച്ച് ശേഷിക്കുന്ന 2-ലെ ഒരു ഏജന്റ് ഉപയോഗിക്കുന്നതും മറ്റുള്ളവരെല്ലാം അതനുകരിച്ച് ഒടുവിൽ പക്ഷേ അവസാനിക്കുന്നത് അതൊരു ഓക്സിജൻ ബോഗിയായും. അതിനർത്ഥം മുമ്പിലുള്ള 2 ബോഗീസിലും പോയിസൺ ഗ്യാസാണ്. കയ്യിലെ ഒരെണ്ണം വെച്ച് ഇനി സർവൈവ് ചെയ്യാനും പോണില്ല. ഒരിക്കൽ ഉസാഗി സംശയിച്ച പോലെ തന്നെ ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഗെയിം ക്രിയേറ്റേഴ്സ് ഇങ്ങനൊരു കടമ്പ വെച്ചിരിക്കുകയാണ്. ന്യൂട്രലൈസർ പാഴാവുന്നതും പലരും ഉസാഗിയെ പഴിച്ചാരി വഴക്കുണ്ടാക്കി ഒരു പിടിയും കിട്ടാത്ത സാഹചര്യം. ഇവിടെയാണ് ആ ട്രെയിൻ അഡിക്റ്റ് ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം പറയുന്നത്. കുറച്ച് സെക്കൻഡുകൾക്ക് മുന്നേ ഒരു റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്തു പോയിട്ടുണ്ട് ഇവർ നിൽക്കുന്ന ഈ ട്രെയിൻ. മുൻപും ഇതേപോലെ മറ്റൊരു സ്റ്റേഷൻ പാസ് ചെയ്തപ്പോഴായിരുന്നു വേറെ ട്രെയിനെ മുഖാമുഖം കണ്ടത്. അതിപ്പോഴും സെയിം സ്പീഡ് ആണെങ്കിൽ അതിലേക്ക് സകല റിസ്ക്കും എടുത്ത് ചാടി കയറാൻ നോക്കണം. വേറെ വഴിയില്ല. കൺഫ്യൂസ്ഡ് ആയി നിൽക്കെ ഉസാഗിയും അതേ വഴിയുള്ളൂ എന്ന് നിൽക്കുന്നതിന് കാരണം മുന്നേ ഇവർ കണ്ടത് ഫ്രണ്ട് ബോഗിയിലെത്തി മരിച്ചു വീണവരെയാണ്. ഡോർ തുറന്ന വഴി പോയിസൺ എല്ലാം പോയിട്ടുണ്ടാകും. അതിൽ കയറി പറ്റിയാൽ ഇനി ന്യൂട്രലൈസറിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വൈകാതെ ട്രെയിൻ അടുത്തേക്ക് എത്തുന്നതും ത്രസിപ്പിക്കുന്ന രംഗങ്ങളിലൂടെ ഉസാഗിയും റൂജിയും മറ്റു ചിലരും ചാടി കയറുന്നു. ചിലരൊക്കെ അറച്ച് ട്രെയിനിൽ തന്നെ നിന്നപ്പോൾ 2 പേർ ചാടുന്ന വഴിക്ക് പോസ്റ്റിലിടിച്ച് ചിതറി പോവുകയും ചെയ്തു. ഒടുവിൽ അധികം വൈകാതെയുള്ള ഡെഡ് എൻഡ് എത്താറായിട്ടുള്ള സൈറൺ കേട്ട് ട്രെയിൻ വലിച്ച് നിർത്തുകയും ചെയ്ത് ആ ഗെയിം ക്ലിയർ ആക്കുന്നു. എന്നാൽ ഇതിനിടയിലാണ് അരിസു ഉസാഗി ഒടുവിൽ വീണ്ടും കണ്ടെത്തുന്നത്. മറ്റൊരു ട്രെയിൻ ഇടയിലേക്ക് എത്തുമ്പോൾ അതിൽ ഇതുപോലെ ഫ്രണ്ട് ബോഗിയിൽ സർവൈവ് ചെയ്ത് നിൽക്കുന്ന അരിസുവിനെ കാണുന്നതും ഉസാഗി അലറി വിളിച്ച് ഇരുവരും അടുക്കാൻ നോക്കുന്നതിലും ജസ്റ്റ് മിസ്സിന് പോസ്റ്റിലടിക്കാതെ രക്ഷപ്പെടുന്നു. അരിസുവിൻ്റെ റണ്ണവേ ട്രെയിൻ ഗെയിമിൽ ഒടുക്കം സൈറൺ വരുന്നത് കേട്ട് ഓടിച്ചെന്ന് സ്റ്റോപ്പാക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് കൂടുകയാണ് ചെയ്തത്. കാരണം അവരുടെ കൂട്ടത്തിൽ ഒരു ട്രെയിൻ അഡിക്റ്റ് ഇല്ലല്ലോ. പെട്ടെന്ന് തന്നെ ചേഞ്ച് ആക്കി സ്പീഡ് കുറയ്ക്കുന്നതിലും ഒടുക്കം ഇടിയുടെ ആഘാതത്തിൽ അവർ തിരിച്ചു വീണ് സാരമായ പരിക്കുകളോടെ ആണെങ്കിലും രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ റണ്ണവേ ട്രെയിൻ എന്ന ഈ ഗെയിമും ക്ലിയർ ആകുമ്പോൾ നമ്മളേവരും പ്രതീക്ഷിക്കുന്ന അരിസുവും ഉസാഗിയും ഒരുമിച്ചുള്ള ഗെയിം. അതിന് 2 ഗെയിം അകലം കൂടിയുണ്ട്. അതിലൊന്ന് ചതിയും വഞ്ചനയും ത്യാഗവും കയ്യാങ്കളിയും നിറഞ്ഞ കിക്ക് ദ ക്യാൻ ഗെയിം. അപ്പോൾ കിക്ക് ദ ക്യാൻ നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫിസിക്കൽ ഗെയിം. ജോക്കർ ഓഫ് സ്പേഡ്സായി കണക്കൂട്ടാവുന്ന ഈ ഗെയിമിലാണ് അരിസുവും സംഘവും റണ്ണവേ ട്രെയിനിന് ശേഷം സർവൈവ് ചെയ്യാനായി എത്തുന്നത്. ഒരു സെമി ഫൈനൽ ചാലഞ്ചായി പറയുന്ന ഈ കളിയിൽ ക്യാൻ അടിച്ചു തീർപ്പിക്കണം. എന്നാൽ അതൊരു സാധാരണ ക്യാനല്ല, ഒരു ടൈം ബോംബാണ്.
ഇതടിച്ച് തെറിക്കുന്ന ഉടനെ തന്നെ ആക്റ്റീവായി ഒരു ഡ്രോൺ പോലെ മുകളിലേക്ക് കറങ്ങി തിരിഞ്ഞ് പറന്ന് എവിടെയെങ്കിലും ചെന്ന് വീഴും. ക്യാൻ കണ്ടുപിടിച്ച് തിരിച്ചെടുത്തുകൊണ്ട് ഇരുന്നെടുത്ത് വെക്കുന്ന ആരോ അവർ ജയിക്കും. ഒരു വലിയ ഷോപ്പിംഗ് മാളിലാണ് ഈ ഗെയിം സംഘടിപ്പിച്ചിട്ടുള്ളത്. താഴെയായി ക്യാൻ തനിയെ പുറത്തേക്ക് വരുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. കിട്ടിയ ക്യാൻ അതിലേക്ക് തിരിച്ചു കൊണ്ടുപോയി താഴ്ത്തി വയ്ക്കുന്ന 10 പേർക്കാണ് കൂട്ടത്തിൽ സർവേ ചെയ്യാനാവുക. അതെ, 10 ക്യാൻ ഇതേപോലെ പ്രൊവൈഡ് ചെയ്യും. എന്നാൽ ആ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അരിസുവിൻ്റെ 8 അംഗ സംഘം മാത്രമല്ല, വേറെയും ടീമുകളുണ്ട് സ്ഥലത്ത്. ഹോളിന് നടുവിൽ നിന്ന് അടിക്കുന്ന ക്യാൻ ചെന്ന് വീടിനടുത്ത് വന്ന് അതെടുക്കുന്ന ആ മൊമെൻറ്റിൽ ടൈം ബോംബ് ആക്റ്റീവ് ആവും. പിന്നെ 60 സെക്കൻഡിനുള്ളിൽ ഓടി തിരികെ കൊണ്ടുവച്ച് താഴ്ത്തിയിരിക്കണം, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ആരുടെയെങ്കിലും കയ്യിലാണെങ്കിൽ അയാൾ മരിക്കും, കൈവശമില്ലെങ്കിൽ ക്യാൻ പാഴായി പോവുകയും ചെയ്യും. മറ്റൊരു പ്രത്യേകത, ഈ ക്യാൻ എടുക്കുന്ന വഴി ടൈമർ സ്റ്റാർട്ട് ആവുമെന്ന് പറഞ്ഞല്ലോ. ഇത് തിരികെ കൊണ്ടുവയ്ക്കാൻ ഓടുന്ന വഴിക്ക് വേറെ ആരെങ്കിലും കൈക്കലാക്കിയാൽ ടൈമർ റീസെറ്റ് ആവും. സ്റ്റാർട്ടിങ്ങിൽ നിന്നല്ല, 5 സെക്കൻഡ് കുറഞ്ഞിട്ട്. മീൻസ് ആദ്യം എടുത്ത ആൾക്ക് കിട്ടിയത് 60 സെക്കൻഡ് ആണെങ്കിൽ തട്ടിയെടുക്കുന്ന പുതിയ പ്ലെയർക്ക് കിട്ടുന്നത് 55 സെക്കൻഡാണ്. ഇതിനിടയ്ക്ക് ക്യാൻ കയ്യിൽ നിന്ന് ശക്തമായി എവിടെയെങ്കിലും തട്ടി വീണാൽ അതപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. സോ ഹാൻഡിൽ വിത്ത് കെയർ ഐറ്റം കൂടിയാണത്. എന്നാൽ ജീവനെ കൊതിയുള്ളവർ അതങ്ങനെ നോക്കുന്നുണ്ടോ? എങ്ങനെയും വലിച്ചു പറിച്ച് മേടിച്ച് അതുകൊണ്ട് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് വരാനുള്ള തിടുക്കമാണ്. ഒരു വലിയ മാളാണെങ്കിലും അവിടെ ഗെയിം ക്രിയേറ്റേഴ്സ് വെച്ചിട്ടുള്ള ചില പരിമിതികൾ. മിക്ക എസ്കലേറ്ററുകളിലും ഉപയോഗിക്കരുതെന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. മറ്റു ചിലയിടങ്ങളിൽ വഴി ബ്ലോക്കും ചെയ്തിരിക്കുന്നതായി കാണാം. ഡോണ്ട് യൂസ് എന്ന ബോർഡ് താണ്ടി സാമർത്ഥ്യം കാട്ടിയാൽ അപ്പോൾ തന്നെ റെഡ് ബീം അടിച്ചിടും. 10 ക്യാനുകൾ പ്രൊവൈഡ് ചെയ്ത ശേഷം ആരൊക്കെ ഗോതയിൽ നിൽക്കുന്നോ അവിടെ എല്ലാം ഗെയിം ഓവർ. പല പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ ദയയും മനസാക്ഷിയും ഒന്നും നോക്കാതെയുള്ള ഒരു ഡാർക്ക് ഗെയിമായിരുന്നു ഇത്. റണവേ ട്രെയിൻ വഴി സാരമായി പരിക്കേറ്റ അരിസുവിന് എപ്പോഴത്തെയും പോലെ ആക്റ്റീവായി കളിക്കാനായില്ലെങ്കിലും അവൻ മാക്സിമം ശ്രമിച്ചു. ആദ്യ ക്യാൻ കസ അടിച്ച ഉടനെ അത് പറന്ന് മേലേക്ക് പോയി വീണപ്പോൾ വേറെ ഒരു സംഘത്തിലെ ഒരുവനായിരുന്നു അത് ആദ്യമേ കിട്ടിയത്. ഡോണ്ട് യൂസ് ബോർഡ് മൈൻഡ് ചെയ്യാതെ എസ്കലേറ്റർ വഴി പോകാൻ നോക്കി അവൻ എലിമിനേറ്റ് ആയതും ഇത് കസയുടെ കൈകളിലെത്തി. അപ്പോൾ 55 സെക്കൻഡിലേക്ക് ടൈമർ വീണ്ടും റീസെറ്റായി. ഇതുമായി താഴെ കൂടി സമയം നല്ലവണ്ണം കുറഞ്ഞത് കണ്ട് കൂട്ടത്തിൽ തന്നെ ഒരു സ്ത്രീക്ക് കൊടുത്ത് താഴെ കൊണ്ടുപോയി വയ്ക്കാൻ നിർബന്ധിച്ചാലും വേറെ ഒരുത്തം വന്ന് തട്ടിപ്പറിച്ച് പ്ലാറ്റ്ഫോമിൻ്റെ ദ്വാരത്തിൽ കൊണ്ടുവയ്ക്കുന്നതിന് അടുത്തുവരെ എത്തിയതാണ്. പക്ഷേ പൊട്ടിത്തെറിച്ചു ആ ക്യാനും ആളും. ആർക്കും രക്ഷപ്പെടാനാകാതെ ഒരു ക്യാൻ വെറുതെ പോയപ്പോൾ അടുത്ത ക്യാൻ പിടിച്ചു പറിക്കൊടുവിൽ അരിസോന് സംഘത്തിലെ ഒരു ലേഡിക്ക് കിട്ടി. ചുറ്റും അറിയാത്ത കുറേ അവന്മാർ കൂടി നിന്ന സമയത്ത് താഴെ നിന്ന് അരിസോന് എറിഞ്ഞു കൊടുത്തെങ്കിലും അവനെ തട്ടിമാറ്റി വേറെ ഒരുത്തൻ പിടിക്കാൻ ശ്രമിച്ച് വഴുതി പോകുമ്പോഴാണ് ഇത് ടൈം കഴിയാതെയും പൊട്ടിത്തെറിക്കുമെന്ന് അവരറിയുന്നത്. അങ്ങനെ 2 ക്യാനും പാഴായപ്പോൾ മൂന്നാമത്തെ ക്യാൻ അരിസുവിൻ്റെ കൂട്ടത്തിൽ ഒരു സ്ത്രീ കൃത്യസമയത്തിനുള്ളിൽ പ്ലാറ്റ്ഫോമിൽ താഴ്ത്തി സർവൈവായി. എങ്ങനെയെന്നാൽ കസായുടെയും നോബുവിൻ്റെയും ടെറ്റ്സുവിൻ്റെയും ശക്തമായ ചെറുത്തുൽപ്പിൻ്റെ സഹായത്തോടെ. ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു ചേച്ചിയും അനിയത്തിയും ഉണ്ട് കേട്ടോ. അടുത്ത ക്യാൻ ഈ അനിയത്തിയുടെ കയ്യിലെത്തി അത് ചേച്ചിക്ക് കൊടുത്ത് അവൾ ഓടുന്നതിനിടയ്ക്ക് മറ്റൊരുത്തം വന്ന് എടുക്കാൻ ശ്രമിക്കും. അവൻ പിടിച്ചു പറിക്കാതിരിക്കാൻ മാറ്റി മാറ്റി ഒടുവിൽ കയ്യിൽ നിന്ന് തെറിച്ച് വീഴുന്നതോടെ അത് പൊട്ടിത്തെറിച്ച് ഈ ചേച്ചിയും മറ്റവനും ചിന്നിച്ചെറി ഒന്നും കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിലാവുന്നത് ഒരു വല്ലാത്ത സാഹചര്യം ഉണ്ടാക്കിയ കാഴ്ചയാണ്. പിന്നീടുള്ള 3 ക്യാനുകൾ പ്ലാറ്റ്ഫോമിനടുത്തായി നിൽക്കുന്ന അരിസുവിൻ്റെ കൂടെ സഹായത്തോടെ ലേയിയും ടെറ്റ്സുവും നോബുവും ക്ലിയർ ചെയ്ത് സേഫ് ആവുന്നു. എന്നാൽ മറ്റൊരു മോശം കാഴ്ച ചേച്ചി പോയ പോലെ തന്നെ അനിയത്തിയും പോകുന്നത്. വാശിയോടെ കളിച്ചിരുന്ന അവളെ വേറെ കൂട്ടത്തിലുള്ള ആൾക്കാർ വന്ന് കൂട്ടത്തോടെ ആക്രമിക്കുന്നതിലൂടെ ടൈം ഔട്ടായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. സർവൈവ് ചെയ്ത ടെറ്റ്സുവിനെയും നോബുവിനെയും ലേയിയും ഒക്കെ ഒരു പ്രത്യേക സ്പേസിലേക്ക് മാറ്റിയതുകൊണ്ട് ഇവരുടെ ടീം സ്ട്രെങ്തും കുറഞ്ഞതുകൊണ്ട് സംഭവിച്ചൊരു ദുരന്തം. ഇനി 2 ടിൻ മാത്രം ശേഷിക്കെ കസ ചെയ്യുന്നൊരു വലിയ കാര്യം. അയാൾ ടിൻ അരിസുവിന് കൊടുത്ത് ബാക്കിയുള്ളവരെ അടിച്ചും പിടിച്ചു വെച്ചും അവനോട് ക്ലിയറാക്കാൻ പറയുന്നു. നിനക്ക് ഓടാൻ പാടാണ്, ഞാൻ അടുത്തത് പിടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അവസാനത്തെ ക്യാൻ വളരെ ശക്തമായി തന്നെ കസ മറ്റുള്ളവരെ ചേർത്ത് പ്ലാറ്റ്ഫോമിനടുത്ത് നിന്നുകൊണ്ട് തന്നെ പൊരുതിയെങ്കിലും ലാസ്റ്റ് ചാൻസ് അല്ലേ. മറ്റുള്ള പ്ലെയേഴ്സിൻ്റെയും ജീവൻ മരണ പോരാട്ടത്തിലും വെപ്രാളത്തിലും അവർ ജയിക്കാൻ വേണ്ടി ഗ്ലാസ് ചില്ല വെച്ചൊക്കെ കുത്തിമുറിച്ച് ഒടുക്കം ആർക്കും കിട്ടാതെ ടൈം ഔട്ടായി പൊട്ടിത്തെറിച്ച് എല്ലാവരും ചിതിരെ മറയുകയാണ്. കസയുടെ ജീവത്യാഗം കൂടി അങ്ങനെ കാട്ടിയതോടെ നഷ്ടക്കണക്കും സങ്കടവും കൂടുതലുള്ള ഗെയിമായിരുന്നു ഇത്. ചുരുക്കം പറഞ്ഞാൽ 10ൽ 5 ക്യാൻ മാത്രമായിരുന്നു ഫലമുള്ളതായി തീർന്നത്. അങ്ങനെ 5 പേരും കണ്ണീരോടെ അവിടെ വീടുമ്പോൾ ഇതിന് പാരലായി തന്നെ ഉസാഗിയുടെ സാഹസ്യമായൊരു ഗെയിം നടക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു സെമി ഫൈനലായ ടോക്കിയോ ബിങ്കോ ടവർ. സീസണിലെ തന്നെ മറ്റൊരു രൂക്ഷമായ ഗെയിം. ആലിസ് ഇൻ ബോർഡർലാൻഡ് സീസൺ 3ലെ ഉസാഗിയുടെ 3ാമത്തെ ഗെയിം ടോക്കിയോ ബിങ്കോ ടവർ. അരിച്ചു കളിച്ച് കിക്ക് ദ ക്യാൻ കഴിഞ്ഞാൽ ജോക്കർ ടൂർണമെൻറ്റിൻ്റെ ഫൈനലെത്താനായിട്ടുള്ള 2ാമത്തെ സെമി ഫൈനൽ ഗെയിം. പേരിലുള്ള പോലെ തന്നെ കളി ബിങ്കോയാണ്. അത് കളിക്കേണ്ടത് പക്ഷേ പേപ്പറും പേനയും വെച്ചല്ല എന്ന് മാത്രം. ടോക്കിയോ നഗരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ ടവറിലാണ് ഗെയിം കളിച്ച് ജയിക്കേണ്ടത്. പ്ലെയേഴ്സ് ആ ടവറിന്മേൽ വലിഞ്ഞു കയറി ഓരോ സ്പോട്ടുകൾ സ്ഥാപിച്ചിട്ടുള്ള നമ്പർ ബസറുകളിൽ അമർത്തണം. നെടുകയോ കുറുകയോ അല്ലെങ്കിൽ ഡയഗണലായിട്ടോ നമ്പറുകൾ ക്ലിക്കാക്കിയാൽ കളി സർവേ ചെയ്ത് ഫൈനലിലേക്ക് കടക്കാം. ഈ ടവറിൻ്റെ ഏറ്റവും ടോപ്പിലായി ഒരു ബസറുണ്ട്, ഫ്രീ ബസർ. ഈ പറഞ്ഞ ഹൊറിസോണലായാലും വെർട്ടിക്കലായാലും ഡയഗണലായാലും ലൈൻ ക്ലിയർ ആവണമെങ്കിൽ ഈ ഫ്രീ ബസർ ക്ലിക്ക് ചെയ്തെങ്കിലേ പറ്റൂ. കാരണം ബിങ്കോയുടെ ബോക്സിലെ ഏറ്റവും സെൻട്രലുള്ള കോളമാണത്.
എക്സ്ട്രീം ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒന്നായതുകൊണ്ട് തന്നെ ഈ ഗെയിമിന് ഉചിതം ജോക്കർ ഓഫ് ക്ലബ്സ് ആണ്. സ്ട്രാറ്റജി ഉപയോഗിച്ചും ടീമായും കളിക്കേണ്ട കളി. എല്ലാവർക്കും കണ്ണടയും റോപ്പും ഉണ്ടാകും. ഈ ഗോഗിൾസ് വഴി അറിയാം ഏതൊക്കെ നമ്പറാണ് ഓരോ പ്ലേയേഴ്സും ഞെക്കിയിട്ടുള്ളതെന്നും ജയിക്കാൻ ഏതൊക്കെ ക്ലിക്ക് ചെയ്യണമെന്നും. അത്രയും വലിയ ഉയരം എന്നത് തന്നെ ഏറ്റവും വലിയ ഡേഞ്ചറാണ്. അതുകൂടാതെ ഓരോ ബസർ ക്ലിക്ക് ചെയ്യുമ്പോഴും മുകളിൽ നിന്ന് 5-6 ഇരുമ്പ് ബോളുകൾ താഴേക്ക് പതിക്കും. അത് മേത്തേക്ക് കൊണ്ടാൽ കളിക്കാരുടെ പിടിവിട്ട് പോകും. പിന്നെ താഴേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവർ മരിച്ചിരിക്കും, ഓരോ ശിഖരങ്ങളിലും തട്ടിത്തട്ടി തന്നെ. മറ്റൊരു പ്രശ്നം, ഓരോ ബസറും തൊട്ട് കഴിയുമ്പോഴാണ് അതിലേത് നമ്പറാണെന്നുള്ളത് പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് കൃത്യമായി പ്ലാൻ ചെയ്യാനും സാധ്യമല്ല. ഇതുകൊണ്ടൊക്കെ തന്നെ ടീമായി ഒരുമിച്ച് കളിക്കണമെന്ന് തുടക്കം തന്നെ അനൗൺസ് ചെയ്യുന്നുമുണ്ട്. ഉയരത്തിൽ നിന്നുള്ള പരിപാടി ആയതുകൊണ്ട് നല്ല പാനിക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇൻറ്റൻസ് ആങ്സൈറ്റി ഗെയിമായിരുന്നു ടോക്കിയോ ബിങ്കോ ടവർ. പക്ഷേ ഉസായിക്ക് പറ്റിയൊരു ഗെയിമാണ്. കാരണം ആ ക്യാരക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തുടക്കത്തിൽ തന്നെ കാട്ടിയതല്ലേ. അച്ഛൻ മൗണ്ടൻ ക്ലൈംബറാണ്, മകളും അത് പിന്തുടരുന്നതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമല്ല. എങ്കിലും മറ്റുള്ളവരുടെ പേടിയും മുകളിൽ നിന്ന് വരുന്ന ബോളുകളും ഒരു വിഷയം തന്നെയാണ്. കാലുവയത്തെ റൂജിയുടെ മേൽ ഒരു റോപ്പ് കെട്ടി അതിൻ്റെ അങ്ങേ തലപ്പ് ഉസാഗി അവരുടെ ശരീരത്തിൽ കെട്ടിയാണ് മുകളിലേക്ക് ഓരോ ബസറും ക്ലിക്ക് ചെയ്യാനായി കയറിക്കൊണ്ടിരുന്നത്. മിക്കവരും അങ്ങനെ തന്നെ. അതാകുമ്പോൾ ഒരാൾക്ക് കൈവിട്ട് പോയാലും മറ്റേ ആളിൽ കെട്ടിയിട്ടുള്ള കാറിൻ്റെ ബലത്തിൽ പെട്ടെന്ന് അങ്ങ് വീണ് പോകാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇടയ്ക്ക് അങ്ങനെ സംഭവിക്കുന്നുമുണ്ട്. കൈവിട്ടു പോകുന്ന ഉസാഗിയെ റൂജി രക്ഷിക്കുന്ന ഒരു ബ്രീത്ത് ടേക്കിംഗ് മൊമെൻറ്റ്. റണ്ണവേ ട്രെയിൻ വഴി പരിചിതനായ ആ ട്രെയിൻ അഡിക്റ്റ് ഒരു ബസർ ക്ലിക്ക് ചെയ്തേ തുടർന്ന് വരുന്ന ബോളുകൾ തട്ടി വീണ് മരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒടുവിൽ ഹൊറിസോണ്ടൽ ലൈനാകാൻ ഇനിയും ഫ്രീ ബട്ടൺ മാത്രം ശേഷിക്കെ ഏറ്റവും ടോപ്പിലേക്ക് ഒറ്റയ്ക്ക് വലിഞ്ഞു കയറി നിൽക്കുന്ന ഉസാഗിയുടെ നിൽപ്പുണ്ട്. കണ്ടിട്ട് തന്നെ തലകറി പോകുന്നൊരു നിമിഷം. ടോപ്പിലെ ഫ്രീ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ അവർ ടോക്കിയോ ബിങ്കോ ടവർ ഗെയിം ക്ലിയർ ചെയ്ത് ഫൈനലിലേക്ക് എത്തുന്നു. അങ്ങനെ കാണാൻ വെയിറ്റ് ചെയ്ത അരിസുവും ഉസാഗിയും ഒരുമിച്ചുള്ള വികാരനിർഭരമായ ഒടുക്കത്തെ ഗെയിമിലേക്ക് കടക്കുമ്പോൾ ഒരേ സമയം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും തലപോയിക്കുന്നതുമായ ഒരു മൈൻഡ് ഗെയിം. ഫ്യൂച്ചർ സുഗുരോക്കു, പോസിബിൾ ഫ്യൂച്ചേഴ്സ്. പ്ലേയേഴ്സിൻ്റെ പല പല ഭാവികാലം നേരിൽ ഒരു സിനിമാ സീൻ പോലെ ഡിസ്പ്ലേ ചെയ്ത് കാട്ടി അതിനെ ബേസ് ചെയ്ത് തീരുമാനമെടുക്കേണ്ട ഒരു അത്യുജ്വലൻ ഗെയിം. ഒടുവിൽ നമ്മൾ അരിസുവും ഉസാഗിയും ഒന്നിക്കുന്ന ഗെയിം വിന്നസ് ചെയ്യുകയാണ്. സെമി ഫൈനലായ കിക്ക് ദ ക്യാനും ടോക്കിയോ ബിങ്കോ ടവറിനും ശേഷം എല്ലാം എവിടെ നിന്ന് തുടങ്ങിയോ അവിടെയാണ് ഈ ഫൈനൽ ഗെയിമിൻ്റെ ലൊക്കേഷൻ. അരിസു ചെങ്ങായിമാരുടെ ഒത്തു നിന്നപ്പോൾ ഭീമൻ ഉൽക്ക വന്ന് വീണ സ്ഥലം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി ഗെയിമാണ് ഫൈനൽ ചാലഞ്ചായി ഒരുക്കിയിട്ടുള്ളത്. ഒരുതരം സ്വപ്നതുല്യമായ ഫ്യൂച്ചർ സുഗുരോക്കു, പോസിബിൾ ഫ്യൂച്ചേഴ്സ്. ഹെവി ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ജോക്കർ ഓഫ് ഹേർട്സ് ഗെയിം. സ്വന്തം മനസ്സുമായി വരെ പൊരുത്തപ്പെടാൻ പ്രയാസമുള്ള സൈക്കോളജിക്കൽ ഗെയിം. 5 കോളവും അതേപോലെ 5 റോയുമായി തിരിച്ചിട്ടുള്ള 25 റൂമുകൾ. ഈ 25 റൂമിലൂടെ കയറി ഇറങ്ങി അതിൻ്റെ എക്സിറ്റ് കണ്ടുപിടിക്കുന്നതാണ് ഗെയിം. ഓരോ റൂമിലും തൊട്ടടുത്ത റൂമിലേക്ക് പോകാനുള്ള 2 3 അല്ലെങ്കിൽ 4 ഡോറുകളുണ്ടാവും. കൂടാതെ എല്ലാ റൂമിലും ഓരോ ഡൈസും. ഈ ഡൈസ് കുലുക്കി അതിൽ വരുന്ന നമ്പറുകൾ, അതിനെ ബേസ് ചെയ്താണ് പ്ലേയേഴ്സ് അടുത്ത റൂമിലേക്ക് പോകേണ്ടത്. ഫോർ എക്സാമ്പിൾ 4 ഡോറുകളുള്ള റൂമിൽ ഇരിപ്പുള്ള 4 ഡൈസുകൾ. അത് കുലുക്കിയിട്ടപ്പോൾ വന്നത് ഇങ്ങനെയായെന്നിരിക്കട്ടെ, 7 5 4 1. ഇതോടെ എല്ലാ റൂം ഡോറിനും മുന്നിലായി ഈ നമ്പറുകൾ തെളിയും. 7 എന്നുള്ള ഡോറ് കടന്ന് അടുത്ത റൂമിലേക്ക് കയറാൻ സാധിക്കുന്നത് 7 പേർക്കാണ്. 4 എന്നെഴുതിയിട്ടുള്ള ഡോർ കടക്കാനാവുക 4 പേർക്കും. 1 ആണെങ്കിൽ അതിലേക്ക് ഒരാൾ മാത്രവും. ഇവിടെ ഇപ്പോൾ ഫൈനൽ ഗെയിം കളിക്കാനുള്ളത് മൊത്തം 10 പേരാണ്. ഡൈസിൽ 10 ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് മറ്റൊരു റൂമിലേക്ക് കയറാൻ കഴിയില്ല. അതുകൊണ്ട് സ്പ്ലിറ്റ് ആകണം. 7 പേർ ആ റൂമിലേക്ക് കയറണം. ശേഷിക്കുന്ന 3 പേർ റൂം നമ്പർ 1 ഒഴിച്ച് 5ലോ 4ലോ ഏതിൽ വേണമെങ്കിലും കയറാം. ഇങ്ങനെ മൊത്തം 15 തവണ ഡൈസ് റോൾ ചെയ്യാനുള്ള അവസരമുണ്ട്. അതിനുള്ളിൽ എക്സിറ്റുള്ള റൂമിൽ കയറി പറ്റിയില്ലെങ്കിൽ അവർ എലിമിനേറ്റ് ആകും. എന്തായാലും ഒരു എക്സിറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ടീമായി കളിക്കാനാണ് അരിസുവും ഉസാഗിയും എല്ലാം തുടക്കം മുതലേ നോക്കുന്നത്. എല്ലാവർക്കും അത് ഓക്കെയാണ്. പക്ഷേ ഇവിടെയാണ് ഗെയിം ക്രിയേറ്റേഴ്സിൻ്റെ കുബുദ്ധിയുള്ളത്. കട്ടകുലുക്കി പിരിയേണ്ടി വരുന്നത് പോട്ടെ, പക്ഷേ പ്ലേയേഴ്സിൻ്റെ എല്ലാം മനസ്സ് ചഞ്ചലപ്പെടുത്താനായി ഓരോ റൂമിൻ്റെ ചുമരുകളിലും ഓരോ രംഗങ്ങൾ കാണിക്കും. ഡൈസ് ഇട്ട് കഴിയുമ്പോൾ ആ രംഗങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ഇവരുടെ എല്ലാം ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള ഓരോ കാഴ്ചകൾ. ഒരു ഡോർ നിൽപ്പുള്ള ഫീത്തിയിൽ കാണിക്കുന്ന ഫ്യൂച്ചർ രംഗങ്ങളായിരിക്കില്ല മറ്റൊരു റൂം ഡോറിൻ്റെ ഡിസ്പ്ലേ വോളിൽ കാണിക്കുക. അതുകൊണ്ട് ഗെയിം തുടർന്നു പോകവേ ഒരുമിച്ച് പ്ലാൻ ചെയ്യുന്ന ഡോറുകൾ തുറക്കാൻ പ്ലേയേഴ്സിന് വിമിഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നു ഇതിലൂടെ. കാരണം ഒരാളുടെ ഭാവി ഒരു ചുമരിൽ നല്ല സമ്പത്തോടെ ജീവിതത്തിൽ വിജയിക്കുന്നതായി കാണിച്ചാൽ കൂടുള്ള മറ്റു പ്ലെയറിൻ്റേത് അങ്ങനെ ആവണമെന്നില്ല. അവർ ശേഷിക്കുന്ന ജീവിതം നരയിച്ചു തീർക്കുന്നതായിരിക്കും ചിലപ്പോൾ കാട്ടുക. ഗെയിം അനൗൺസ്മെൻറ്റ് സമയത്ത് നിങ്ങളുടെ ഭാവി എന്താകണമെന്ന് നിശ്ചയിച്ച് ഓരോ ഡോറും തുറക്കുക എന്നുകൂടി പറഞ്ഞതുകൊണ്ട് അവിടെ പലരും തമ്മിൽ സ്വരച്ചേർച്ചയുടെ പ്രശ്നമുണ്ടാവുന്ന ചില സന്ദർഭങ്ങളും ഉടലെടുക്കുന്നു. ടെറ്റ്സുവിനും ഫൈനൽ ഗെയിമിലെ ബ്രദർ സിസ്റ്റർ കോംബോയുടെയും എല്ലാം അന്ത്യത്തിന് കാരണവും ഇതാണ്. സ്ക്വിഡ് ഗെയിമിലെ പോലെ ഒരു ട്വിസ്റ്റ് വരുന്നത് ഈ ഒരു ഗെയിം അറീനയിൽ വെച്ചാണ്. മൊത്തം 9 പേർ നിൽക്കുന്നിടത്ത് അനൗൺസ് ചെയ്യുന്നത് അവിടെ കളിക്കാനായി എത്തിയിട്ടുള്ളത് 10 പേരെന്നും. എല്ലാവരും കുഴങ്ങി തുടങ്ങുന്നതും അരിസ് വെളിപ്പെടുത്തുന്നുണ്ട് കാര്യം. ഉസാഗിയുടെ വയറ്റിൽ ഒരു കുഞ്ഞിൻ്റെ ജീവൻ തുടിച്ചു തുടങ്ങിയിരിക്കുന്നു. ബോർഡർലാൻഡിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഡോക്ടർമാർ വഴി അറിഞ്ഞ കാര്യം.
ഇതോടെ ഉസാഗിക്ക് അവിടെ എടുക്കേണ്ടി വന്നത് ഡബിൾ റിസ്ക് ആണ്. എങ്ങനെയെന്നാൽ ഡൈസിൽ 2 എന്ന നമ്പർ വന്നാൽ അങ്ങോട്ടേക്ക് ഉസാഗിക്ക് മാത്രമേ പോകാൻ പറ്റൂ. ഉള്ളിലെ കുഞ്ഞിനെയും ചേർത്ത് 2 കണക്കൂട്ടുന്നത്. കളിക്കാർക്ക് കയ്യിൽ കെട്ടാനായി നൽകുന്ന ബ്രേസ്ലെറ്റും ഉസാഗിക്ക് 2 എടുക്കേണ്ടി വരുന്നത് അങ്ങനെയാണ്. ഇനി അതിനെക്കുറിച്ച് പറയാം. ഗെയിം ഗാഡ്ജറ്റ്സ്. ഫസ്റ്റ് സീസണിലെ ചെന്നായ മത്സരത്തിൽ കണ്ട പോലെ കഴുത്തിലിടാനുള്ള ഒരു പൊട്ടിത്തെറിക്കുന്ന ബെൽറ്റും കയ്യിലിടാനായി മുമ്പ് കണ്ടെയ്നർ ഗെയിമിൽ കണ്ട പോലെ ഒരു ഡിജിറ്റൽ ബ്രേസ്ലെറ്റും. അതിലറിയാം ഏത് റൂമിലാണ് ഏത് സ്ഥാനത്താണ് എല്ലാവരും നിൽക്കുന്നത് എന്ന്. മാത്രമല്ല എല്ലാവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ട്രാൻസീവറായും അത് ഉപയോഗിക്കാം. കൂടാതെ പോയിന്റ്സും അറിയാം. അതെ, പോയിന്റ്സ്. എലിമിനേറ്റ് ആകാനുള്ള ചുറ്റുപാടുണ്ടാക്കുന്ന ക്രിയേറ്റേഴ്സ് അടിച്ചേൽപ്പിക്കുന്ന മറ്റൊരു സംഭവം. എല്ലാവരുടെ കയ്യിലെ ബ്രേസ്ലെറ്റിലും 15 പോയിന്റുകൾ വീതം നൽകും. ഈ ഡൈസ് ഇറക്കിയ ശേഷം പോകാൻ തീരുമാനിക്കുന്ന ആ ഡോർ തുറക്കണമെങ്കിൽ ഈ ബ്രേസ്ലെറ്റ് അതിനടുത്തോട്ട് ചേർത്ത് വെച്ചാലേ നടക്കൂ. അങ്ങനെ ചെയ്യുമ്പോഴോ അവരുടെ പോയിന്റിൽ നിന്ന് ഓരോന്ന് വീതം നഷ്ടപ്പെടുകയും ചെയ്യും. സിമ്പിളായി പറഞ്ഞാൽ ഓരോ വാതിൽ തുറക്കാനും കയ്യിലെ ഓരോ പോയിന്റ് വീതം കളയണം. പോയിന്റ് പരിപാടിയുടെ മറ്റൊരു പൊല്ലപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചില റൂമുകളുണ്ട്. അതിൽ കയറിയാൽ പെനാൽറ്റി അടിക്കും. എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെയൊന്നും തെളിവാക്കിയിട്ടില്ലെങ്കിലും കയ്യിലെ ഒരു പോയിന്റ് കളഞ്ഞ് മറ്റു റൂമിലേക്ക് കയറുമ്പോൾ ഭാഗ്യദോഷത്തിന് അത് പെനാൽറ്റി റൂം ആണെങ്കിൽ വീണ്ടും പോയിന്റ് നഷ്ടമാകും. അത് ചിലപ്പോൾ ഒറ്റയടിക്ക് 6ഉം 10ഉം ഒക്കെ ആകാം. അങ്ങനെ 15 പോയിന്റും തീർന്നാൽ ആളും തീർന്നു. സോ മൊത്തത്തിൽ നോക്കുമ്പോൾ എലിമിനേറ്റ് ആകാനുള്ള 2 കാരണങ്ങൾ: 15 തവണ ഡൈസ് കറക്കിയിട്ടും എക്സിറ്റ് റൂമിലേക്ക് എത്തിയില്ലെങ്കിൽ, പിന്നെ ഈ 15 പോയിന്റും കട്ടായി കഴിഞ്ഞാൽ. ഉസാഗിക്കുള്ള വൻ പ്രോബ്ലം കുഞ്ഞിൻ്റെ ബ്രേസിലെ പോയിന്റ് തീർന്നാലും അവൾ എലിമിനേറ്റ് ആകും, സ്വന്തം ഒരു തീർന്നാലും എലിമിനേറ്റ് ആകും. അരിസും കൂട്ടരും ഷിബുയ ക്രോസിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അവരെല്ലാം ഈ ഒരു ഗെയിം അറീനയിലേക്ക്, അതായത് 25 റൂമുകളുള്ള സ്പേസിലെ ഒത്ത നടുക്കുള്ള C3 റൂമിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് സീരീസിലെ ഒരു അടിപൊളി സീക്വൻസ് ആണ്. പുറമേ നോക്കിയാൽ ഇവർ നിൽക്കുന്നത് നല്ല ക്രൗഡഡ് ആയിട്ടുള്ള തെരുവിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് ചുറ്റുമുള്ള LED വാളുകളിലെ വെറും ഡിസ്പ്ലേ മാത്രവും. കണ്ടാൽ റിയലാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഡിസ്പ്ലേ, 360 ഡിഗ്രി റിയാലിറ്റി. ആ വിഷ്വൽസിലായി അരിസു അവൻ്റെ സ്വന്തം രൂപം നടക്കുന്നത് കണ്ട് അതിൻ്റെ കൂടെ പോകുമ്പോൾ അതേപോലെ ടെറ്റ്സുവും ലെയിയും എല്ലാം അങ്ങനെ പോകുന്നു. ഡ്യൂപ്ലിക്കേറ്റ് അരിസു നടന്നു ചെല്ലുന്നത് ഒരു ഡോറിനടുത്തേക്കാകും. ആ ഡോറിലൂടെ ഒറിജിനൽ ആൾക്കാരെല്ലാം വളഞ്ഞും തിരിഞ്ഞും കയറി ഒടുവിൽ ഒരു റൂമിനുള്ളിലായി എത്തിച്ചേരുന്നു. അരിസുവിൻ്റെയും ഉസാഗിയുടെയും റീയൂണിയൻ ഇവിടെ വെച്ച് നടക്കുന്നത് കാണാൻ എന്ത് രസമാണ്. അങ്ങനെ വൈകാതെ റൂജിയും വന്ന് കയറി അരിസുവിൻ്റെ ദേഷ്യം അയാളോട് പ്രകടിപ്പിച്ച് ഒടുവിൽ 9+1 10 പേരുമായി കളി ആരംഭിക്കുന്നു. ഇവരെല്ലാം എത്തിച്ചേരേണ്ട എക്സിറ്റ് റൂം എന്നുള്ളത് ഈ കാണുന്ന A5ലേക്കാണ്. പക്ഷേ അത് കണ്ടുപിടിച്ചെത്തുന്നത് വലിയൊരു ടാസ്ക് തന്നെ. ഈ സീസണിലെ ആദ്യ ഗെയിം സേക്രഡ് ഫോർച്യൂൺസ് തുടങ്ങി വെച്ച ടെറ്റ്സ് തന്നെ ഈ ഫൈനൽ ഗെയിമും തുടങ്ങി വയ്ക്കുന്നു. 4 ഡൈസുകൾ ഷഫിൾ ചെയ്ത് വരുന്ന അക്കങ്ങൾ നോക്കി അവരാദ്യം 7ഉം 3ഉമായി സ്പ്ലിറ്റ് ആവുന്നു. 3 പേർ ലെയിയും ബ്രദർ സിസ്റ്റർ കോംബോയും. ഇവരെത്തുന്ന റൂമിന് പുറത്തു കിടക്കാൻ 3 വാതിലാണ്. സോ അവിടെ 3 ഡൈസ് ഉണ്ട്. ഷഫിൾ ചെയ്യുമ്പോൾ വരുന്നത് 3ലും നമ്പർ 2. അപ്പോൾ ഇവിടെ വീണ്ടും സ്പ്ലിറ്റ് ആകേണ്ട സിറ്റുവേഷനാണ്. 3ൽ 2 പേർക്ക് ഒരു റൂമിൽ ഒന്നിച്ചു പോവാം, ഒരാൾക്ക് ഒറ്റയ്ക്ക് പോകേണ്ടിയും വരും. ഈ അപ്ഡേറ്റുകളെല്ലാം 10 പേരും അറിയുന്നുണ്ട്, വേറെ റൂമിലാണെങ്കിലും കയ്യിൽ കെട്ടിയുള്ള ബ്രേസറിലെ ട്രാൻസീവർ വഴി സംസാരിച്ചുകൊണ്ട്. അങ്ങനെ ലെയ് ഒരു റൂമിലേക്കും മറ്റിരുവർ വേറെ റൂമിലേക്കുമായി സ്പ്ലിറ്റ് ആകുമ്പോൾ എല്ലാവരും വീണ്ടും ഒരുമിക്കാനുള്ള സാധ്യത നോക്കി അരിസുവിൻ്റെ റൂമിൽ നമ്പർ 3 എന്ന ഡൈസിൽ വന്നതിന് പിറകെ 3 എന്ന റൂം വഴി അവരും ഉസാഗിയും അവളുടെ വലിയ കുഞ്ഞുമായി കയറുന്നു. പ്ലാൻ ചെയ്ത ഈ റൂമിലേക്ക് ലെയിയും എത്തുമ്പോൾ എന്നാൽ ഇവിടുത്തെ ഷഫിളിൽ നിന്നാണ് പുതിയ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ നിൽക്കുന്ന റൂമിന് പുറത്ത് കടക്കാൻ 2 വാതിലാണ്. സോ 2 ഡൈസും. ഷഫിൾ ചെയ്യുമ്പോൾ വരുന്നത് നമ്പർ 2 ആൻഡ് 1. ഉസായിക്കുള്ളിലെ കുഞ്ഞിനെയും കുട്ടി 4 പേരുള്ള റൂമിൽ അപ്പോൾ ഒരാൾ പോകാതെ തുടരേണ്ടി വരും. അങ്ങനെ ലെയ് ഗെയിമിലെ റിസ്ക് മനസ്സിലാക്കി തന്നെ ആ ചാൻസ് എടുക്കുന്നു. എന്താണ് ആ റിസ്ക് എന്നറിയാമോ? ഡൈസ് ഇട്ട ശേഷം റൂമിൽ നിന്ന് പുറത്തു പോകാതെ അതിൽ തന്നെ തുടരുകയാണെങ്കിൽ അവർ ലോക്കാകും. അതായത് അവർക്ക് പുറത്തു പോകാൻ കഴിയും എപ്പോഴെന്നാൽ സ്റ്റക്കായി നിൽക്കുന്ന ആ റൂമിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള റൂമിലേക്ക് ഏതെങ്കിലും കളിക്കാർ എത്തിച്ചേരുമ്പോൾ അതുവരെ കാക്കണം. പക്ഷേ അത്രയും സമയം മൊത്തം ആ റൂം ഒരു നരകമാണ്. ട്രാപ്ഡ് ആവുന്നവരുടെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പൊല്ലാപ്പെല്ലാം അരോചകമായ ശബ്ദത്തോടെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. ലെയ്യെ നിർത്തി അരിസുവും ഉസാഗിയും സ്പ്ലിറ്റ് ആവുന്നത് അടുത്ത ടേണിൽ ബ്രദർ സിസ്റ്റർ ടീമിന് ലെയ്ക്കടുത്തേക്ക് എത്താം എന്ന സാധ്യത കണ്ടാണ്. പക്ഷേ ഭാവി ദൃശ്യങ്ങൾ പ്ലേയേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അനിയത്തിയുടെ നല്ലൊരു ഭാവി കണ്ട് സഹോദരൻ ടീം വർക്കിനെ പറ്റി മനഃപൂർവ്വം മറന്ന് ഇതൊക്കെ അരിസുവിന് ഉസാഗിയും ഒത്ത് രക്ഷപ്പെടാൻ നമ്മളെ കരുവാക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞ് ആ നല്ല വിഷ്വൽസ് കാണിച്ച ഡോർ വഴി പോകുന്നതോടെ ലെയ്ക്ക് ആ നൈറ്റ് മെയറിൽ തുടരേണ്ട സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഇതുപോലെ തന്നെ നോബുവും ടെറ്റ്സുമൊത്ത് റൂമിലേക്ക് കയറുമ്പോൾ ഗ്രൂപ്പ് പ്ലാൻ പ്രകാരം പോകേണ്ടത് ഇന്ന ഡോർ വഴിയാണ്. എന്നാൽ നോബു അതിനു ചുറ്റും അവൻ്റെ ഒറ്റപ്പെടലും ജീവിത പരാജയങ്ങളും കാണുന്നു. മറുവശത്ത് നല്ല ജോലിയും ജീവിതവും. അങ്ങനെ ടെറ്റ്സുവിൻ്റെ പിറകെ വരാമെന്ന് പറഞ്ഞ് അയാൾ കയറി ഉടനെ അവൻ കരഞ്ഞ് സോറി പറഞ്ഞുകൊണ്ട് മറ്റേ ഡോറ് തുറന്നു കയറുന്നു. ഇതുമൂലം പൊലിയുന്ന ഒടുവിൽ ടെറ്റ്സുവിൻ്റെ ജീവനും. അയാൾക്ക് പിന്നീട് അങ്ങോട്ട് ടെൻഷൻ കയറി ഭാവി ദൃശ്യങ്ങൾ മയങ്ങി ചെന്ന് കയറി അവസാനിക്കുന്നത് ഒരു പെനാൽറ്റി റൂമിലേക്കും. 8 പോയിന്റ് പെനാൽറ്റി അടിക്കുന്ന റൂമിൽ ടെറ്റ്സുവിൻ്റെ ശേഷിക്കുന്ന 7 പോയിന്റ്സും തീരുന്നതോടെ ജീവിച്ചിരുന്നെങ്കിൽ അയാളുടെ നല്ല ഭാവി എങ്ങനെ ആയിരുന്നിരിക്കും എന്ന് കാട്ടി ക്രൂരമായൊരു ഡെത്ത്. ലെയ്യ ഒടുവിൽ അരിസുവും റൂജിയും അപ്പുറത്തും ഇപ്പുറത്തും വന്ന് നരകാതിനെ മാറ്റി
ഒരാൾ അടുത്ത ടേൺ വഴി അവളുടെ കൂടെ ചേരുമ്പോൾ ടെറ്റ്സുവിനെ പോലെ അവസാനിക്കുന്ന ആ ബ്രദർ സിസ്റ്റർ കോംബോയിലെ ബ്രദറും അവർ കയറി പറ്റുന്ന പെനാൽറ്റി റൂമിലെ പോയിന്റ്സ് സ്വന്തം കയ്യിൽ നിന്ന് കൊടുത്ത് ഒടുവിൽ അനീത്യമായി സ്പ്ലിറ്റ് ആകേണ്ടി വന്ന് കയറുന്ന റൂമിൽ വീണ്ടും പെനാൽറ്റി 2 പോയിന്റ് നൽകണം. അവൻ്റെ കയ്യിൽ ശേഷിച്ചതും 2 പോയിന്റ്. നല്ല ഭാവി കണ്ട ശേഷം മരിച്ചു വീഴുന്ന മറ്റൊരു ദാരുണ സാഹചര്യം. 9ാമത്തെ ടേൺ ആകുമ്പോഴേക്കും മറ്റു പ്ലേയേഴ്സ് എല്ലാം സ്പ്ലിറ്റായി പല റൂമിലേക്കും പോയപ്പോഴും ഇവരാരും എക്സിറ്റ് കണ്ടില്ലെന്ന് മനസ്സിലാക്കി ഇനി കയറാൻ ശേഷിക്കുന്ന A5 ആണ് എക്സിറ്റ് എന്ന് കണ്ടുപിടിക്കുന്നുണ്ട് നമ്മുടെ അരിസു. അങ്ങനെ ഇവരെല്ലാം അവിടേക്ക് എത്തിച്ചേരും മുന്നേ ഉസാഗി വലിയൊരു റിസ്ക് എടുക്കുവാണ്. ഉസാഗി മാത്രമല്ല അരിസുവും. സാച്ചിക്കോ എന്ന സ്ത്രീ റൂമിൽ തന്നെ ലോക്ക്ഡായി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നതിനെ തുടർന്ന് ലയ്യെ പോലെ പെട്ടുപോയി നിൽക്കുമ്പോൾ അടുത്തുള്ളത് ഉസാഗിയാണ്. അവരെ റിലീസാക്കാൻ ഒരു റൂമിൽ കയറേണ്ടതുണ്ട്. പക്ഷേ അതിലാരും കയറാത്തതുകൊണ്ട് പെനാൽറ്റിയായി എത്ര പോയിന്റ് പിടിക്കുമെന്ന് അറിയാൻ കഴിയില്ല. ഉസാഗിക്കും കുഞ്ഞിനും 7 പോയിന്റ് വീതം ശേഷിക്കുന്നുണ്ട്. ആ റൂമിലേക്ക് ഉസാഗി കയറിയാൽ പിന്നെ A5ലേക്ക് വരാനുള്ള അവരുടെ സാധ്യത അതോടെ ഇല്ലാതാവും. ഇവിടെയാണ് അരിസുവിന് പണ്ടത്തെ ത്യാഗത്തിൻ്റെ കളി ചിന്തയിലേക്ക് വരുന്നത്. ഹാർബറിൽ വെച്ച് നടന്ന ആ ഗെയിമിൽ കൈ തകർത്ത് റിസ്റ്റ് ബാൻഡ് ഊരി കൊടുത്തതുകൊണ്ട് മാത്രമായിരുന്നു സർവൈവ് ചെയ്തത്. അതേപോലെ ഇവിടെ കുഞ്ഞിൻ്റെ ബ്രേസ്ലെറ്റ് ഉസാഗിയുടെ കയ്യിലുണ്ട്. അത് കെട്ടിയിട്ടുമില്ല. അപ്പോൾ ആ റൂമിലേക്ക് ബ്രേസ്ലെറ്റ് വെച്ചാൽ സാച്ചിക്കോയെ ഫ്രീ ആക്കാം. അങ്ങനെ വെക്കാൻ വേണ്ടി വരുന്ന റിസ്ക് എന്ന് വെച്ചാൽ ഉസാഗി റൂം വിട്ടു പോയാലേ അടുത്ത റൂമിലേക്ക് ഈ ബ്രേസ്ലെറ്റ് വയ്ക്കാനാവുള്ളൂ. അപ്പോൾ അവൾക്കും പോയിന്റ് നഷ്ടമാകും. ഇവിടെ വെച്ച് അരിസ് ഓർത്തെടുക്കുന്നൊരു കാര്യം, ഡോർ തുറക്കുന്ന സമയത്ത് കവാടത്തിലായി നിന്നാൽ സെൻസറിൽ ബ്ലീച്ച് വന്ന് അതടയാൻ 10 സെക്കൻഡ് താമസം ഉണ്ടാകും. ആ ഒരു 10 സെക്കൻഡിനുള്ളിൽ എത്തി വലിഞ്ഞ് വെക്കുകയും ചെയ്യാം, തൊട്ടടുത്ത അറ്റംപ്റ്റിൽ തിരിച്ചെടുക്കുകയും ചെയ്യാം. പക്ഷേ ആ റൂമിൻ്റെ പെനാൽറ്റി എത്രയായിരിക്കും എന്നൊരു സീൻ ഉണ്ടായെങ്കിലും അതിലെ പെനാൽറ്റി 5 ആയിരുന്നു. കുഞ്ഞിൻ്റെ ബ്രേസ്ലെറ്റിൽ 7 ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. അങ്ങനെ വെച്ചതോടെ സാച്ചിക്കോ അൺലോക്ക്ഡായി. ഉസാഗിയുടെ കാര്യത്തിൽ അവൾ ഡൈസ് വീണ്ടും ഷഫിൾ ചെയ്ത് ഇതേ റൂം തുറന്ന് വാതിലും നടുവിലായി നിന്ന് തെന്നിമാറിപ്പോയ ആ ബ്രേസ്ലെറ്റ് ആവേശജനകമായി തിരിച്ചെടുത്തു. ഇവിടെ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും, ഉസാഗി റൂമിൽ തന്നെ തുറന്നപ്പോൾ എന്തുകൊണ്ട് അത് ലോക്ക്ഡായില്ലെന്ന്. അതിന് കാരണം അവളുടെ ഇരുവശങ്ങളിലും മറ്റു പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഒന്നിൽ കുഞ്ഞിൻ്റെ ബ്രേസ്ലെറ്റും മറ്റൊന്നിൽ അരിസും സംഘവും. ഉസാഗി ഡൈസ് ഷഫിൾ ചെയ്ത അതേ ടൈമിൽ അവരും ഷഫിൾ ചെയ്ത് ഉസാഗിയുടെ റൂമിലേക്കുള്ള ഡോർ തുറന്നു. അങ്ങനെ ആ ഡോർ രുചി കൂടി തടഞ്ഞു വെച്ചതോടെ ഉസാഗിയും കുഞ്ഞും ആ റൂമിൽ നിന്ന് ഇവർക്കൊപ്പം എത്തിപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ ഇവരെല്ലാം എക്സിറ്റ് റൂമായ A5 എത്തിയപ്പോൾ കാണാം അവിടെ അടുത്ത ഡൈസ്. എലിമിനേറ്റ് ആക്കാനുള്ള കഴുത്തിലെ പൊട്ടിത്തെറിക്കുന്ന കോളറൊക്കെ അവിടെ വെച്ച് തന്നെ റിമൂവ് ആവുന്നെങ്കിലും ഈ ഡൈസ് കുലുക്കി അതിലെണ്ണം വരുന്നത് വെച്ച് അത്രയും പേർ മാത്രമാണ് എക്സിറ്റ് വഴി പുറത്തേക്ക് കിടക്കേണ്ടതെന്ന് അനൗൺസ് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ അരിസു എല്ലാ വരായികളും ഏറ്റെടുത്ത് ഡൈസ് ഷഫിൾ ചെയ്ത് നമ്പർ 7 വരുന്നതോടെ അവിടെ ഒരാൾ തുടരേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഉസാഗിയുടെ തീവ്രമായ ഇമോഷണൽ രംഗങ്ങൾക്കൊടുവിൽ അരിസു ഒഴികെ ബാക്കി എല്ലാവരും എക്സിറ്റ് വഴി പുറത്തിറങ്ങുമ്പോഴാണ് ട്വിസ്റ്റ്. മറ്റുള്ളവരുടെ ഭാവിക്ക് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായ അരിസുവിൻ്റെ ഭാവി വർത്തിയാണെന്ന് പറഞ്ഞ് അരിസു ജയിച്ച് അനൗൺസ് ചെയ്യുന്നു. തുടക്കത്തിൽ അനൗൺസ് ചെയ്യുന്ന പെണ്ണുമ്പിള്ള തന്നെ എക്സിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. പക്ഷേ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനൊരു ടെസ്റ്റ് വരുന്നതോടെ അരിസു ഗെയിമിൽ ജയിക്കുകയും ചെയ്യുന്നു. ബാക്കിയുള്ളവരുടെ കാര്യമോ അവരെല്ലാം പുറത്ത് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയും ചെയ്തു. ഒടുക്കമെന്തായാലും അരിസുവിൻ്റെ ദൃഢനിശ്ചയത്തിലും ഉറച്ച നിലപാടിലും ഗെയിം നടത്തുന്ന സുപ്രീം ശക്തിയുടെ അനുയായിയെ കീഴ്പ്പെടുത്തി ഉസാഗിയെയും മറ്റുള്ളവരെല്ലാം രക്ഷപ്പെടുത്തി വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ എത്തുകയും ചെയ്യുന്നതിൽ അങ്ങനെ സീസൺ 3 ചാപ്റ്റർ ക്ലോസ് ചെയ്യുമ്പോൾ ഒടുവിൽ അവർ ടീസ് ചെയ്ത ആലിസ്, അതും ഒരു അമേരിക്കൻ വേർഷൻ സീരീസിൻ്റെ സൂചന കാട്ടിയുള്ളത്. ആരാണവർ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് എക്സ്പീരിയൻസുമായി കാത്തിരുന്ന് കാണാം.